വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രി വേളയ്ക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആമേൻ. 21 ദിവസം നടക്കുന്ന പ്രാർത്ഥനയുടെ 7-ാം രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരങ്ങൾക്കായി ഇന്ന് രാത്രിയിൽ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നമ്മോട് സംസാരിക്കട്ടെ. ഹൃദയ കവാടങ്ങളെ ദൈവം തുറക്കട്ടെ എന്ന ആത്മാവിൽ ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും യേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ പ്രത്യേക ശുശ്രൂഷ വളരെ വളരെ പ്രതീക്ഷയോടെ നടത്തുന്ന കർത്താവിന്റെ ദാസിയും കുടുംബവും ഇന്ന് രാത്രിയിലൊക്കെ യേശുവിന്റെ നാമത്തിൽ വന്ദനവും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിൽ വർഷം ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി അവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥന സഹായിച്ച ദൈവദാസിമാരുണ്ട്, എല്ലാവരും ക്രിസ്തുവിൽ വന്ദനം ഞാൻ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയുടെ കൂടെ ഈ രാത്രിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടായിരിക്കാം. ദൈവാത്മാവ് നമ്മൾ സംസാരിക്കും. കഴിഞ്ഞ സെക്ഷനിലെല്ലാം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേട്ട് അനുഗ്രഹം പ്രാപിച്ച് സന്തോഷം പ്രാപിച്ച് ഇരിക്കുകയാണല്ലോ. കർത്താവ് ഈ രാത്രിയിൽ നമ്മോട് സംസാരിക്കും. എത്ര പേർക്ക് ഈ രാത്രിയിൽ ഉറപ്പുണ്ട്? ഈ രാത്രിയിൽ ദൈവം നമ്മോട് സംസാരിക്കും. ഒരു മാനുഷിക ശബ്ദമല്ല, ഒരു ദൈവശബ്ദം കേൾക്കണം. മനുഷ്യ ശബ്ദം കേട്ട് നമ്മൾ മരവിച്ച് ഇനി അതിങ്ങോട്ട് പറയല്ലേ എന്നും പറഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. കർത്താവ് ഈ രാത്രി നമ്മോട് സംസാരിക്കും. ആമേൻ. ഹല്ലേലൂയ. മാനുഷിക ശബ്ദം നമ്മളെ ഒത്തിരി മുറിപ്പിച്ചിട്ടുണ്ട്. മാനുഷിക ശബ്ദം നമ്മളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിലെ ദൈവശബ്ദം, എനിക്കറിയാം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു നല്ല കർത്താവ് ഈ രാത്രിയിൽ നമ്മുടെ നടുവിലുണ്ട്. ഈ സൂം മീറ്റിങ്ങിനകത്തൊക്കെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് ഇതിനകത്ത് വന്ന് വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് രാത്രി മാനിക്കും. പരിശുദ്ധന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. പ്രത്യേകിച്ച് നടക്കുന്ന പ്രാർത്ഥന 7-ാം ദിവസമാണ്. ഓരോ അക്കത്തിന് ഓരോ വിടുതലുണ്ടെന്ന് അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ അല്ലേ? സന്ധ്യയ്ക്ക് ഞാൻ ബീനാറ്റിക്ക് ഒരു മെസ്സേജ് അയച്ചു. ഞാൻ യാത്രയിലായിരുന്ന സമയത്ത്. സ്തോത്രം. 7 ദിവസമൊക്കെ ദൈവത്തിന് ഭയങ്കര മഹത്വം ഇറങ്ങുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. എരികോവിന്റെ കോട്ട തകർന്ന 7-ാം ദിവസം. അങ്ങനെ 7-ന്റെ ഒത്തിരി കണക്കുകളുണ്ട്. സ്തോത്രം. ഇവന്മാര് പണിതൊക്കെ വെച്ചു, സെറ്റപ്പ് ആക്കി, നല്ല സൂപ്പർ പണിയൊക്കെ പണിഞ്ഞു വെച്ചു. പക്ഷെ അഭിഷിക്തന്മാരൊന്ന് ആർത്തപ്പോൾ സംഗതി ഇടിഞ്ഞുപോയി. സ്തോത്രം. ഞാൻ അവിടെ വായിച്ചൊരു വചനമുണ്ട്. രാഹാബ് എന്ന വേശ്യയായിരിക്കുന്ന, അങ്ങനെ വചനം വായിക്കുന്നേ. സ്തോത്രം. രാഹാബ് എന്ന സ്ഥലം മാത്രം ഇടിഞ്ഞില്ല. ഈ വേശ്യ എന്നൊരു പദം കാണുമ്പോൾ നമുക്ക് മോശമായ ചില പദം ആണ് നമുക്ക് തോന്നും. അവിടെ ചരിത്രകാരന്മാർ പറയുന്നത് മനുഷ്യരാൽ ആകർഷിക്കപ്പെട്ടവളെന്നാ. അനേക ദൈവദാസന്മാരൊക്കെ, ഒരു കുറച്ച് ദൈവദാസന്മാർ തകർന്നു പോയപ്പോ അവർക്ക് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മനസ്സ് കാണിച്ചവളാണ് അവൾ. സ്തോത്രം. അങ്ങനെയൊക്കെ ഉള്ളവരെ കർത്താവ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കും കേട്ടോ. ഹല്ലേലൂയ. ദൈവദാസന്മാർക്ക് ആഹാരം കൊടുത്തവര്, ദൈവദാസന്മാർക്ക് വെള്ളം കൊടുത്തവര്, ദൈവദാസന്മാർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തവരെ ഒക്കെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. നാം പാർക്കുന്ന വീട്, നമ്മൾ അനുഭവിക്കുന്ന നന്മയൊക്കെ അഭിഷക്തന്മാരെ മാനിച്ചതാ. ഒരു നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അഭിഷക്തന്മാരെ മാനിച്ച് ആ സഹോദരി ഇരിക്കുന്ന ഭാഗം മാത്രം നിർത്തിയുടെ ബാക്കി എല്ലാം തമ്പുരാൻ ഇടിച്ചെന്നുള്ളതാ. അതിനർത്ഥം ചോദിച്ചാൽ അയൽവക്കത്ത് വരെ ദുർമരണം വരും, അയൽവക്കത്ത് വരെ പ്രശ്നങ്ങൾ വരും. പക്ഷേ കർത്താവ് ഭയങ്കരമായിട്ട് ചിലരെ നിർത്തും, ചിലതിനെ ഇടിച്ചു കളയും. എത്ര പേര് പറയും? ഹല്ലേലൂയ. യെരിഹോവിന്റെ കോട്ട വലിയ കോട്ടയായിരുന്നു. സ്തോത്രം. ആ കോട്ട ഇടിക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് സ്തുതിയാ ചെന്നേ. ഞാൻ ചിന്തിക്കണമേ. സ്തോത്രം. അവരിടിച്ചത് ആയുധം കൊണ്ടല്ല, അവരിടിച്ചത്, സ്തോത്രം, ഹല്ലേലൂയ, എന്തെങ്കിലും സ്തോത്രം വലിയ ആയുധം കൊണ്ട് ഇടിച്ചു തകർത്തെന്നല്ല. അവരെ നാവളക്ക് സ്തുതിച്ചപ്പോൾ കാകളമൂതിയപ്പോൾ ഇടിഞ്ഞു പോയത്. അതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ചിന്ത മനസ്സിലോട്ട് ഓടി വരുന്നു. നാവ് തുറന്നാൽ ഇടിയുന്നുണ്ടെങ്കിൽ ഇന്നും ഈ രാത്രിയിലും ചിലതിനെ തമ്പുരാൻ ഇടിച്ചിട്ട് ദൈവം നമ്മളെ ഭദ്രമാക്കും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഈ രാത്രി ആത്മാവ് സംസാരിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഒന്ന് ആരംഭിക്കാം. പരിശുദ്ധാത്മാവേ, ഈ നല്ല രാത്രിക്കായ സ്തോത്രം. പരിശുദ്ധന്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഇന്ന് രാത്രി ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദാസിയെയും കുടുംബത്തെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാ ജനത്തെയും നിന്റെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വലിയ വിശാലതയ്ക്കും അനുഗ്രഹത്തിനുമായ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നിറഞ്ഞ ആത്മീയ ബോധത്തോടെ ഇടപെടുമാറാകണം. തന്റെ ജനത്തെ കർത്താവ് തൊടണം. ആരെ വെറുതെ മടക്കി വിടരുത്, ആര് നിരാശയൊഴിപ്പാൻ അനുവദിക്കരുത്. കർത്താവിന്റെ വലിയ മഹത്വം ഇറങ്ങേണ്ടതിനായി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. 21 ദിവസം നടക്കുന്ന പ്രാർത്ഥനയിൽ
ഈ രാത്രിയിൽ ആയിരിക്കുന്നതിൽ ഞാനും സന്തോഷിക്കുന്നു. ഇങ്ങനൊക്കെ ഒരു അവസരം കിട്ടുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വീട്ടിലല്ല, ശുശ്രൂഷയുടെ പാതി വഴി വന്ന് ഒരു വീട്ടിൽ റെസ്റ്റ് ചെയ്ത് അവിടെ കയറിയ പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഞാൻ നാളെ വീട്ടിലെത്തുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കണം. ശുശ്രൂഷ ഇന്ന് രാത്രിയിലും ഉണ്ട്. ഒരു ശുശ്രൂഷ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറിയതേ ഉള്ളൂ. അതായത് വെള്ള ഷർട്ട് കൊണ്ട് തന്നെ കയറിയത്, അല്ലെ ഞാൻ മിക്കവാറും വേറെ ഷർട്ടൊക്കെ ഇടുന്നത്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മോട് സംസാരിക്കും. ഹൃദയങ്ങളെ ഇന്ന് രാത്രി ദൈവം തുറക്കും. പരിശുദ്ധാത്മാവ് ഈ രാത്രി നമ്മോട് സംസാരിക്കും. 2 വചനം ഒന്ന് വായിച്ച് ഒന്ന് സഹായിക്കണം. നമുക്കറിയാവുന്ന സുപരിചിതമായ വേദഭാഗമാണ്. സ്തോത്രം. രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ആരെങ്കിലും ഒരാള് ഒന്ന് ശബ്ദമുയർത്തി വായിച്ച് സഹായിച്ചാട്ടെ. 2 രാജാക്കന്മാർ 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിച്ചാട്ടെ ശക്തിയോടെ. അവൻ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ആമേൻ, ആമേൻ. ഒരു വാക്യം കൊണ്ട് വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ 6:12 വായിച്ചു. അവർക്ക് തൃപ്തിയായ ശേഷം അവർ ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ടമൊന്നും നഷ്ടമാക്കാതെ സ്വീകരിപ്പീൻ എന്ന് പറഞ്ഞു. ഈ 2 വാക്യത്തിനകത്തും ശ്രദ്ധേയകരമായ ഒരു വേർഡുണ്ട്. അതൊന്ന് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി അങ്ങനെ ഒരു വചനം സംസാരിക്കാൻ കർത്താവ് ആഗ്രഹിച്ചു. ഞാൻ ആദ്യം എനിക്ക് ഈ പ്രാർത്ഥന ആന്റി ഇങ്ങനെ ഒരു പ്രെയർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഓടി വന്നൊരു വചനം ഞാൻ പറയാം. ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇനി കർത്താവ് പുതിയത് ചെയ്യാൻ പോയി. വർഷത്തിന്റെ അവസാനമൊക്കെ വന്നു. ഇനി വർഷത്തിന്റെ അവസാനമായതുകൊണ്ട് തീരുമാനത്തിന്റെ തീരുമാനം കേട്ട് പ്രതിഷ്ഠ കേട്ട് നമ്മള് വെമ്പൽ കൊള്ളുന്ന സമയമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഡിസംബർ മാസം 31-ാം തീയതിയൊക്കെ തീരുമാനമെടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. 1-ാം തീയതി ആകുമ്പോഴത്തേന് എന്റെ കച്ചവടം തീരും. 12 മണിക്കൂർ പോലും നീണ്ടു നിൽക്കത്തില്ല. സ്തോത്രം. അപ്പൊ തീരുമാനത്തോടെ പ്രതിഷ്ഠയോടൊക്കെ മുന്നേറുന്ന ആളുകളാ. കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ എല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. കല്ലായ നമ്മുടെ ഹൃദയമൊക്കെ മാറ്റി മാംസമായ ഹൃദയമൊക്കെ തന്ന് നമ്മളെ പുഷ്ടിപ്പെടുത്തുന്ന നാളുകളാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടായിരിക്കും. ഈ 2 വാക്യത്തിനകത്ത് 2 വേർഡ് കണ്ടു. ശേഷിപ്പ്. നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം. ശേഷിപ്പ് എന്നൊരു പദം കണ്ടു. ശേഷിപ്പ്. അതിനെപ്പറ്റി ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വചനം വായിക്കണം. ആദ്യം നാം വായിച്ച വചനം എന്ന് പറയുന്നത്, അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. അവൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. ആരും ഉറങ്ങരുത്. ഉറങ്ങുന്ന ഒരാളെ ഞാൻ കാണുന്നുണ്ട് ഇതിനകത്ത്. ഞാൻ പേര് പറയുന്നില്ല. ശരിക്കും ഇരുന്നാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞാൻ ഇതിനകത്തിരിക്കുന്ന പോളച്ചാന്റെ വീട്ടിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അച്ഛൻ താഴെ, ഞാൻ മേളുക. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ശേഷിപ്പ്. ചില പ്രാർത്ഥനയൊക്കെ വെക്കുമ്പോൾ ചിലർക്ക് ഒരു ധാരണയുണ്ട് ഏതാണ്ട് വലുത് സ്തോത്രം ഉള്ളത് കൊണ്ടാ തുടങ്ങിയെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളൊക്കെ പ്രാർത്ഥന വെച്ചാലും ഉപവാസം വെച്ചാലും സൂം മീറ്റിംഗ് വെച്ചാലും പ്രാർത്ഥന വെച്ചാലും ഒക്കെ ഭൂരിപക്ഷം ആൾക്കാരും 0-ക്കകത്താ തുടങ്ങുന്നത്. പക്ഷെ ഭയങ്കര ശേഷിപ്പിൽ അത് അവസാനിക്കും. നല്ലൊരു ആമേൻ പറയുമ്പോൾ ശക്തിയോടെ. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയില് പരിശുദ്ധാത്മാവ് നമ്മുടെ വ്യക്തമായി സംസാരിക്കും. ചില ശേഷിപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഇത്. കേട്ടോ. ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത നൽകി, എന്നോട് കൃപ തോന്നി, എന്റെ പ്രാർത്ഥന കേട്ട ഒരു ദൈവം. ആമേൻ. ഹല്ലേലൂയ. ശൂന്യതയിൽ കിടന്നതിനെയൊക്കെ ദൈവം വർദ്ധിപ്പിക്കുന്ന രാത്രികളാണ്. ആമേൻ. കർത്താവ് പറയുന്നു, അവൾ ചെന്ന് ദൈവ പുരുഷനോട് തന്റെ വസ്തുത അറിയിച്ചു. സ്തോത്രം. പഴയ നിയമകാലമാണ്. ദൈവദാസന്മാരോട് ചെന്ന് വിഷയം പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഏത് ദൈവദാസന്മാരെ കണ്ടാലല്ല, കൃപയുള്ള ദൈവദാസന്മാരെ കണ്ടു കഴിഞ്ഞാൽ വിഷയം പറയും. ഇന്ന് വിഷയം പറഞ്ഞാൽ മിക്കവാറും അതോടെ തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പലരും ഇന്ന് പറയാതെ ഒരു പരുവത്തിലൊക്കെ അങ്ങ് നിൽക്കുക. പറഞ്ഞവരൊക്കെ അനുഭവിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നവരെ കാണുമ്പോഴേ അറിയാം പറഞ്ഞ് അനുഭവിച്ചവരുമുണ്ട്. അതുകൊണ്ട് ആരോടും പറയാതെ മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്ന ഒത്തിരി വിഷയമുള്ളവരുണ്ട്. എന്നാൽ പഴയ നിയമത്തിലൊരു സഹോദരി, അവൾ ഓടിച്ചെന്ന് തമ്പുരാൻ അയച്ച പ്രവാചകനോട് സ്തോത്രം വസ്തുതയൊക്കെ പറഞ്ഞു. അവൻ ചെന്ന് പറഞ്ഞു, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി. അടുത്തൊരു പദം വായിക്കുന്നു, ശേഷിപ്പ് കൊണ്ട് നീയും നിന്റെ മക്കളും. അതിനർത്ഥം ചോദിച്ചാൽ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഇനി ചില ശേഷിപ്പ് ഉണ്ടാകാൻ പോകുകയാണ്.
ഹല്ലേലൂയ. ശൂന്യതയിൽ പടുകുഴിക്കകത്ത് താണുപോയി ചില കൂടാരങ്ങളെ കർത്താവ് ഇന്ന് രാത്രിയിലെ പുറത്തു കൊണ്ടുവരാൻ പദ്ധതി ഇടുന്നുണ്ട്. കർത്താവെ, സാമ്പത്തികമില്ലാതെ ഞാൻ ഭാരപ്പെടുകയാ, നന്മയില്ലാതെ ഭാരപ്പെടുകയാ, വല്ലാത്തൊരു കടക്കണിക്കകത്ത് വീണ് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന ചിലരെ രാത്രി ശ്രദ്ധിക്കുന്നുണ്ട്. അവരോട് കർത്താവ് പറയുന്നു, നിനക്ക് ഒരു സമൃദ്ധി തരാൻ, നിനക്ക് ഒരു ശേഷിപ്പ് തരാൻ ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അത് വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്തിട്ട് പറയാം, ഈ പ്രാർത്ഥന ചില വഴികൾ തുറക്കുന്ന പ്രാർത്ഥനയാ. ഈ പ്രാർത്ഥന എനിക്ക് വേണ്ടി ചില ശേഷിപ്പുകൾ വെളിപ്പെടുത്താൻ പോകുകയാ. എവിടെയോ ചില തകർന്നു കിടക്കുന്ന, ശൂന്യമായി കിടക്കുന്ന, ഒന്നും നടക്കത്തില്ലെന്ന പിശാച് വിരട്ടി ഓടിച്ച് ബന്ധിച്ചു വെച്ച ചില വിഷയത്തിനകത്ത് പരിശുദ്ധാത്മ പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊരു ശേഷിപ്പ് വരാൻ പോവാം. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എന്നും കഷ്ടതയല്ല കേട്ടോ, എന്നും പട്ടിണിയല്ല, എന്നും പരിതാപരമല്ല, എന്നും തലകുനിച്ചിരിക്കേണ്ടവളല്ല. ഇന്ന് രാത്രി നിങ്ങളുടെ തല ഉയർത്തുന്ന കർത്താവ് പറയുകയാണ്, നീയും നിന്റെ മക്കളും ഒരു ശേഷിപ്പ് കാണാൻ പോവാ. ഇന്നലെ വരെ കാണാത്തൊരു ശേഷിപ്പ്, ഇന്നലെ വരെ കാണാത്തൊരു ദൈവത്തിന്റെ മകത്ത് നീയും നിന്റെ സന്തതിയെ കാണും. അത് വിശ്വസിക്കുന്ന ദൈവജന ആത്മാവിൽ ആരാധിച്ച് പറഞ്ഞാട്ടെ, ഞാനും എൻ്റെ തലമുറയും ചില ശേഷിപ്പ് കാണാൻ പോകുകയാ. ഞാനും എൻ്റെ തലമുറയും ചില ദൈവിക നന്മകൾ കാണാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്നവർ തമ്പുരാന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. 4-ാം അധ്യായം എനിക്ക് വളരെ നേരത്തിൽ പ്രസംഗിച്ച ചിന്തകളൊക്കെ ഇതിനകത്തുണ്ടെങ്കിലും എന്നെ ഏൽപ്പിച്ചൊരു ദൂതിലേക്ക് ഞാൻ വരട്ടെ. 4-ാം അധ്യായം വായിക്കാൻ സാധിക്കുന്ന ഒരു മരണവീടാ അത് കേട്ടോ, ഒരു മരണവീടാ. ഒരു സഹോദരൻ, ഒരു ദൈവദാസൻ മരിച്ചൊരു വീടാ. ആ മരിച്ച വീട്ടിലേക്ക് ഏലീശ വന്നപ്പോൾ ആ സഹോദരി പറഞ്ഞൊരു പദമുണ്ട്. എന്റെ ഭർത്താവ്, അതായത് നിന്റെ ദാസൻ, അവൻ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു, നല്ലവനായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, പിന്നെ പോകാൻ നേരത്ത് ചില കടവും ഭരിച്ചു വെച്ചിട്ടാണ് പോയത് എന്ന് പറഞ്ഞില്ല. സ്തോത്രം. അല്പഭാരം ഞാൻ കൊണ്ടെന്നാ പറഞ്ഞത്. സ്തോത്രം. അപ്പൊ ഈ ഭർത്താക്കന്മാരെ പറ്റിയൊക്കെ നല്ല സാക്ഷ്യം പറയുന്ന സഹോദരിമാരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാണ് കാര്യം. ചാകുന്നതിന് മുമ്പിൽ നല്ല കാര്യമെങ്കിലും പറഞ്ഞ് അങ്ങനെ ചത്തോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഇത് ചത്ത് കഴിഞ്ഞ് നമ്മുടെയൊക്കെ നാട്ടിലെ ശവോടൊക്കെ കണ്ടിട്ടുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഭർത്താവ് മരിച്ച ഭാര്യയുടെ അനുഭവ സാക്ഷ്യം. സ്തോത്രം. അന്നേരം സഭയിൽ അനുഭവസാക്ഷ്യം പറയാം, സൂമിനകത്ത് അനുഭവസാക്ഷ്യം പറഞ്ഞാൽ ആരും നാവ് തുറക്കത്തില്ല. ഭർത്താവ് മരിച്ചാൽ ഭാര്യയുടെ അനുഭവസാക്ഷ്യം, ഭാര്യ മരിച്ചാൽ ഭർത്താവിന്റെ ഖേദകരമായ അനുഭവസാക്ഷ്യം. എന്റെ പൊന്നെ, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ആരുടെ അടിച്ചിറക്കിയ സംഭവങ്ങളാ. പഴയ കാലത്തൊക്കെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഒരു മാസം, പഴയ യഹൂദന്മാരുടെ കാലത്താ, ഒരു മാസം സ്ത്രീകൾ പുറത്തിറങ്ങത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് സ്തോത്രം, ശ്മശാനത്തിൽ ചെന്ന് പൊതിക്കടി ഉണ്ടാക്കുന്നവരുണ്ട്. വീട്ടിലെ ഭർത്താവ് മരിച്ചതിന്റെ പിറ്റേ ദിവസം ചിക്കൻ ബിരിയാണി വെച്ച് കഴിക്കുന്നവരുണ്ട്. സത്യം, അങ്ങനെ പോയല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്നവരുണ്ട്. എന്നാൽ നല്ല കുടുംബം തന്നവർ കർത്താവിനെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ജീവനോട് ഇരിക്കുമ്പോൾ അച്ഛന്റെ മുഖത്ത് നോക്കി ഇന്ന് രാത്രി തന്നെ പറയണം, നിങ്ങൾ ഭക്തനായതുകൊണ്ടാണ് ഞാൻ ഇന്ന് കൃപയെ നിൽക്കുന്നത്. അങ്ങനെ പറയാൻ എന്തെങ്കിലും നല്ല സ്വഭാവവും വേണം, അത് വേറെ വിഷയം. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ സ്തോത്രം, ഈ ദൈവദാസി പറഞ്ഞത് അവൻ ഭക്തനായിരുന്നു, മരിച്ചു കഴിഞ്ഞു, ഭക്തനായിരുന്നു. പക്ഷേ എന്തെന്നറിയാമോ, ചില കടം ഞങ്ങളുടെ മുമ്പിൽ വന്നതുകൊണ്ട് കടക്കാരൻ ഞങ്ങളുടെ മക്കളെ പിടിച്ചോണ്ട് പോകാൻ വന്നിരിക്കുന്ന. ആമേൻ. ഹല്ലേലൂയ. നമ്മളാണ് പറഞ്ഞതിന് സ്തോത്രം. മരിക്കുന്ന സമയത്ത് അങ്ങനെ ചില കടവും വീട്ടിയാൽ ലോണും അടച്ച്, കാറിന്റെ CC അടച്ച് വസ്തുവിന്റെ ആ പ്രമാണം തിരിച്ചെടുത്തിട്ട് പോയായിരുന്നെങ്കിൽ എനിക്കും എന്റെ കൊച്ചുങ്ങൾക്ക് എങ്ങനെയും ഒക്കെ കഞ്ഞും കുടിച്ച് ജീവിക്കായിരുന്നു. അങ്ങനെ പറയാതെ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കറിയാം എന്റെ ഭർത്താവ് നീതിമാനാണെങ്കിൽ ഇതിന് പോക്കുവഴി തരാനും ദൈവം വിശ്വസ്തന. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കുടുംബത്തിനകത്ത് നീ അനുഭവിക്കുന്ന വ്യഥകൾ, നീ അനുഭവിക്കുന്ന ഭാരങ്ങൾ, നീ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ ഒരു മനുഷ്യനോട് പോലും പറയാതെ നീയും നിന്റെ കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന വേദനകളെ തുടച്ചു മാറ്റാ. ഇന്ന് 7-ാമത്തെ രാത്രിയില് നമ്മളെ തിരക്കി ഒരു നല്ല നാഥൻ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവജനം വിളിച്ചു പറഞ്ഞാട്ടെ, ഇന്നെന്റെ വിഷയത്തിനകത്ത് സമൃദ്ധി വെളിപ്പെടാൻ പോവാ. ഇന്നെന്റെ വിഷയത്തിനകത്ത് ഒരു ദൈവിക മഹത്വം ഇറങ്ങാൻ പോവാ. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. അവിടെ വചനം വായിക്കുന്നത്, എന്റെ 2 മക്കളെ പിടിച്ചോണ്ട് പോകാൻ. അമ്മമാരെല്ലാം പ്രാർത്ഥിച്ചോണേ, ആ ദൂത് അങ്ങോട്ടങ്ങ് വിടുകയാ. എന്റെ 2 മക്കളെ പിടിച്ചോണ്ട്
അടിമകളാക്കി പിടിച്ചോണ്ട് പോകാൻ ഇവന്മാര് വന്നിരിക്കുക. തലമുറക്കെതിരെ അവകാശം പിടിച്ച് വീടിനകത്ത് സ്ഥാനം പിടിച്ചിരിക്കുന്ന ഇരുളിന്റെ ശക്തികളെ ഇറക്കി വിടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. പ്രാർത്ഥനയും ആരാധന വീടിനകത്ത് ആരംഭിക്കട്ടെ. സന്തതികളെ അടിമകളാക്കി സന്തതികളെ മുന്നോട്ട് വിടാതെ, സന്തതിയിൽ കൂടി ഒരു നന്മയും വെളിപ്പെടാതെ അടിമകളാക്കാൻ കടന്നു വരുന്ന അന്ധകാരത്തോടെ വിളിച്ചു പറഞ്ഞ ഇന്ന് രാത്രി ആരാധനയിൽ തലമുറയ്ക്കെതിരെ നിൽക്കുന്ന ചില പോരാട്ടങ്ങളെ അടിച്ചു മാറ്റി, തലമുറകൾക്കെതിരെ പോരാട്ടങ്ങളെ അടിച്ചു മാറ്റി മാതാപിതാക്കൾ ഇന്ന് രാത്രി ജയമെടുക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് സൂം മീറ്റിങ്ങിനൊക്കെ കടന്നു വരുന്ന ഒരു സിസ്റ്റർ ഫാമിലി ശ്രീകാര്യത്ത് അവരെന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ ഈ സൂമിലല്ല, വേറെ സൂമിൽ കൂടിയതാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ ആത്മാ പറഞ്ഞു, നിങ്ങളുടെ മക്കളെ 3 പെൺമക്കളെ വിളിച്ച് പ്രാർത്ഥിക്കണം, ഭയങ്കര ദുരന്തം നടക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ അവർ പ്രാർത്ഥിക്കാൻ വിസമ്മതിച്ചു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഞാൻ ഇവിടുന്ന് കിളിമാനൂർ ചെന്നപ്പോഴത്തെ മൂത്ത കൊച്ച് അവിടെ സൂയിസൈഡ് ചെയ്തു. ഹല്ലേലൂയ. ഒരു പെന്തക്കോസ്തുകാരുടെ വീട്ടിൽ നടക്കുന്ന സംഭവമാണ്. ഞാൻ ഇവിടുന്ന് വണ്ടി കയറി കിളിമാനൂർ ചെന്നപ്പോൾ പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, മോള് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, സൂയിസൈഡ് ചെയ്തെന്ന്. സ്തോത്രം. മനസ്സിലല്ലേ? തലമുറയോർത്ത് പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടെങ്കിലും നല്ലൊരു ആമേൻ പറയാമോ? ഹല്ലേലൂയ. നിന്റെ തലമുറ ഏത് രാജ്യത്തായാലും നീ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ അനുഗ്രഹിക്കാൻ പ്രാപിക്കും. അവൻ തൂക്കുകയറ കയറാം ദൈവം അനുവദിക്കത്തില്ല, വിഷക്കുപ്പി എടുക്കാം ദൈവം അനുവദിക്കത്തില്ല. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ പറഞ്ഞോണം, ഇന്ന് ചില ശാപങ്ങൾ പൊട്ടട്ടെ, ഇന്ന് ചില അനർത്ഥങ്ങൾ പൊട്ടട്ടെ, ഇന്ന് ചില വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ, ഇന്ന് ചില പോരാട്ടങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ദൈവത്തിന്റെ മഹത്വം ചില കുടുംബത്തിനകത്ത് മഹത്വമായി ഇന്ന് രാത്രി വെളിപ്പെടുന്ന ചങ്കുറപ്പോടെ, ചങ്കുറപ്പോടെ ആദരം തുറന്ന് കരമുയർത്തി പറയണം, എന്റെ പ്രാർത്ഥന ജീവിതത്തിനകത്തില്ലായിരുന്നെങ്കിൽ എന്റെ തലമുറ എന്നേ പട്ടുപോയേനെ. ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ബലത്തിൽ പിടിച്ചു നിൽക്കുകയാ, പണത്തിന്റെ മുഴുപ്പിലല്ല, ജോലിയുടെ വലിപ്പത്തിലല്ല. ദൈവം നിനക്ക് തന്ന പ്രാർത്ഥനയുടെ മഹത്വം കൊണ്ട് നിന്റെ തലമുറ ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് എന്റെ കർത്താവിന് ഈ രാത്രി ഒന്ന് നന്ദി പറഞ്ഞോണം. ഹല്ലേലൂയ. രൈതത്താലും വചനത്താലും ജയമെടുക്കുന്നു. ഇന്നലെ ഞാനൊരു തൃശ്ശൂര് ഒരു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ ഭാര്യ നല്ലവണ്ണം പാട്ട് പാടുന്ന ഭാഷെ, ഒരു പാട്ട് പാടാൻ പറയാമെന്ന് ചോദിച്ചു. ഞാൻ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ തന്നെ ആ സഹോദരി പാട്ട് പാടിയില്ല. അവസാനമായിട്ട് പാട്ട് പാടിയത് എവിടെന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ തെറ്റി കിടന്നിട്ടാ. ഓപ്പറേഷൻ തെറ്റി കെട്ടി ഡോക്ടർമാരെല്ലാം കൂടെ അപ്പുറം ഇപ്പുറം നിന്ന് യൂട്രസ് ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് ഒരു പാട്ട് പാടി, ഞാൻ യോഗ്യനല്ല യേശുവേ എന്നൊരു പാട്ട് പാടി. അതിനുശേഷം പാട്ടും വന്നിട്ടില്ലെന്ന്. മനസ്സിലായോ? ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ട്, ഓപ്പറേഷൻ തെറ്റിക്കരുതല്ല ഉണർവിന്റെ പാട്ട് പാടിനകത്ത് ഇരിപ്പുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പുറത്തു വരത്തില്ലെന്നൊക്കെ ഡോക്ടർ വിധി പറഞ്ഞപ്പോൾ അന്ന് പാടിയ പാട്ടിന്റെ മഹത്വം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞോണം. ഹല്ലേലൂയ. ദൈവം തന്നെ അത്ഭുതമാക്കി മാനിക്കാൻ പോവാ. നിന്റെ വീടിനകത്ത് നിറവ് നടക്കും. ചിലരെ ദൈവാത്മാവ് ഈ രാത്രി തൊടാൻ പോകുക. നിന്റെ വീടിനകത്ത് നിറവ് നടക്കാൻ പോകും. എത്ര പേര് ആമേൻ പറയും? നീയും നിന്റെ തലമുറ മതി, നാലാമതൊരാൾ ഇല്ലെങ്കിലും വിഷയമില്ല. നീയും നിന്റെ തലമുറയിൽ കയറി വന്നാൽ ഒരു വിടുതൽ നടക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഹല്ലേലൂയ. ആ സഹോദരി ഓടിച്ചെന്ന് സ്തോത്രം, ഹല്ലേലൂയ, ശിഷ്യമേനെ എലിശ ഓടിച്ചെന്ന് ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട്? ആ വചനം എന്തോ ഓർത്തോണേ, നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട് അത് പറയാൻ പറഞ്ഞു. നമ്മൾ ഉണ്ടേലും പറയത്തില്ല, നമ്മൾ ഇല്ലേലും പറയത്തില്ല. സ്തോത്രം. ഉണ്ടെന്ന് പറയും. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അവള് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. അല്പം എണ്ണയല്ലാതെ മറ്റൊന്നും ഇല്ല. എത്ര പേരാമേ പറയും? അല്പം എണ്ണയല്ലാതെ മറ്റൊന്നും ഇല്ല. അല്പം എണ്ണയെ കൊണ്ട് അധികം എണ്ണ വരുത്തിച്ചവനാ ദൈവം. ആമേൻ. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, വീടിനകത്ത് പ്രാർത്ഥന കൊണ്ട് വർദ്ധനവ് നടക്കാൻ പോവാ. വീടിനകത്ത് പ്രാർത്ഥന കൊണ്ട് വിടുതൽ നടക്കാൻ പോവാ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബിജോയ് എന്ന് പറയുന്ന കർത്തൃഭക്തൻ ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ അങ്ങയുടെ ദാസനെ നോക്കി പരിശുദ്ധാന്റെ ദൂത് കൈമാറുകയാണ്. സ്തോത്രം. ചില വർദ്ധനവ് നടക്കാൻ പോവാ. ഇന്നലകളിൽ മുട്ടിപ്പിച്ച് കളഞ്ഞ്, ഇന്നലകളിൽ തല ഉയർത്തിക്കത്തില്ലെന്ന് പറഞ്ഞ്, ഇനി രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും രാത്രി യാമാരംഭത്തിൽ എങ്ങോട്ടെങ്കിലും പോയാൽ കൊള്ളാമെന്ന് പറഞ്ഞ് അടച്ച ചില അധ്യായങ്ങളെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് തുറക്കുന്നു എന്ന് ആത്മാവ് ദൂത് പറയുന്നു.
ഊട്ടക്കമന്ന റഗനഗടഗസി. ദൈവദാസനെ, നിങ്ങൾക്ക് വേണ്ടി ഹിസ്റ്ററി ദൈവം എഴുതാൻ പോവാ. നിങ്ങൾക്ക് വേണ്ടി ചരിത്രം ദൈവം എഴുതാൻ പോവാ. പലവന്റെ ചരിത്രം തീർന്നപ്പോൾ, പലവന്റെ ശുശ്രൂഷ തീർന്നപ്പോൾ, പലവന്റെ ആരാധന തീർന്നപ്പോൾ, പലരുടെയും ആമേൻ ആത്മാവിന്റെ സ്തോത്രം തീർന്നപ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ചരിത്രങ്ങൾ ദൈവം ആരംഭിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുമ്പോൾ സമർപ്പിച്ചെന്റെ കർത്താവിനെ എന്ന് നന്ദി പറഞ്ഞാട്ടെ. ഈസായുടെ വീട്ടിൽ വലിയൊരു പ്രാർത്ഥന നടക്കുക. പക്ഷേ കൃപയുള്ള ആ പയ്യൻ അവിടെ ഇല്ല. അവന്റെ പേര് ദാവീദ് എന്ന. അവനെ വനാന്തരത്തിൽ ആടിനെ മേയ്ക്കാൻ വിട്ടിരിക്കുക. എന്നിട്ട് ചേട്ടന്മാരില്ല, അപ്പനും അമ്മയും കൂടെ കൂടി എന്തതിശയമേ പാടാൻ തുടങ്ങിയപ്പോ തമ്പുരാന്റെ ദൂത് അതായിരുന്നു, ഇവിടെ പാടാൻ വരട്ടെ, ദൈവത്തിന് ഹിതമുള്ളവൻ അകത്ത് വന്നില്ല. രാമേ പറയാമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയുള്ളവൻ അകത്ത് വന്നില്ല. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയുള്ളവൻ അകത്ത് വന്നപ്പോ തൈലക്കൊമ്പ് ചലിച്ചു. ബിജോയ്, കർത്താവിന്റെ ദാസനെ, നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ കിടന്ന നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് വീട്ടുകാർക്ക് ഉപയോഗമായി മാറാനല്ല, രാജ്യങ്ങൾക്ക് പ്രയോജനമാകാൻ. രാജ്യങ്ങൾക്ക് ദൈവാത്മ പറയുന്നു, നിങ്ങളിൽ കൂടെ ചിലതൊക്കെ പുറത്തു വരാൻ പോവാ. നിങ്ങളിൽ കൂടെ ചിലരൊക്കെ പുറത്തു വരാൻ പോവാ. ചില ശൂന്യതകളെ അധികാരത്തോടെ ഇറങ്ങി വെട്ടാൻ ആത്മാവിന്റെ കാഴ്ചപ്പാടുണ്ട്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, ആ അഭിഷക്തന്റെ മീതെ ആ ദൈവത്തിന്റെ കരമിറങ്ങുന്നുണ്ട്. ആമേൻ. വീട്ടുകാർക്ക് വേണ്ടായിരുന്നു, 8-ാമനായിട്ട് വന്നാലേ വീട്ടുകാർക്ക് വേണ്ടായിരുന്നു. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, വീട്ടുകാർക്ക് വേണ്ടാത്ത എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ആവശ്യമുള്ളത് കൊണ്ടാ. ആമേ. ബിജോയ് ജാമേ സ്വോത്ര. ജമ്മു കാശ്മീർ അല്ലേ? സ്വോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ദൈവത്തിന് പ്രയോജനപ്പെടുന്ന ഭയങ്കര ഒരു അഭിഷക്ത നാവായിട്ട് പുറത്തു കൊണ്ടുവരാൻ പോവാ. നിന്നോട് കർത്താവ് പറയുന്ന അന്യഭാഷ പ്രവചനത്തിന്റെ ദൂതായി, പറയുന്ന അന്യഭാഷ ശൂന്യതകളെ വെട്ടുന്ന ഒരു ആയുധമായി, പറയുന്ന അന്യഭാഷ രാജ്യങ്ങളെ തുറക്കുന്നൊരു താക്കോലായി ഈ ദിവസങ്ങളെ മാറുമെന്ന് ആത്മാവ് ദൂത് പറയുക. പ്രാർത്ഥിച്ച് സമർപ്പിച്ചോ. വീടിനകത്ത് ചില സമൃദ്ധികൾ നടക്കാൻ പോവാ. വീടിനകത്ത് ചില ദൈവ പ്രവർത്തികൾ നടക്കാൻ പോവാ. വിശ്വസിക്കുന്നവർ കർത്താവിനെ എന്ന് സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ട് ദൈവദാസന്മാര് സ്തോത്രം. പ്രവാചകൻ വന്ന് ചോദിച്ചു, നിന്റെ വീട്ടില് എന്തോ ഉണ്ട്, അത് പറക. സ്തോത്രം. ഹല്ലേലൂയ. ചിലര് ഈ ദൈവദാസന്മാരുടെ പറയാത്തതിന്റെ കാരണം ഞാൻ പറയാം. എവിടെ നില ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങിച്ചു വെക്കുന്ന സെറ്റ് ഉണ്ടെങ്കിൽ ഏതൊരു ഉപദേശമാർ ചെയ്യുന്ന ചോദിക്കുന്നത് എന്നെ വിലയാൻ ചോദിക്കും. കട്ടപ്പെട്ട അമ്മാമ അത് കൊടുക്കുകയും ചെയ്യും. ഇൻസ്റ്റാൾമെന്റ് നമ്മളും അടയ്ക്കണം. ചിലർക്ക് ഈ വില പേശുന്നൊരു സ്വഭാവമുണ്ട്. സ്വതന്ത്രം പറയാമോ? ഹല്ലേലൂയ. നല്ല ക്ലോക്ക് അവിടെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചെങ്കിൽ അവരുടെ വീട്ടിൽ ക്ലോക്ക് ഉണ്ട്. വരുന്ന ആള് വന്ന് ചോദിക്കും, ഈ ക്ലോക്കിന് എന്നെ വിലയാ? സ്തോത്രം. അല്ല, വില പേശാനല്ല. ആ കേൾക്കുമ്പോഴേ അറിയാം സഹോദരിമാരാ, മനസാക്ഷി കൂടിയത് കൊണ്ട് ഒന്നിനും ഇന്നിപ്പോ ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. അതെല്ലാം കൊടുക്കുക, അതങ്ങോട്ട് ഊരി കൊടുക്കുക എന്ന് പറയുന്ന പോലെ ചില വീട്ടിൽ ചെന്ന് വില പേശുന്നവരുണ്ട്. അതുകൊണ്ട് ചിലവരോടൊക്കെ ആരും ഒന്നും പറയാത്തത് കേട്ടോ. കർത്താവിന്റെ ആത്മാവ് ശക്തമായി എനിക്ക് നല്ലൊരു മൈ സിസ്റ്റം ഉണ്ടായിരുന്നു. നിങ്ങൾ യൂട്യൂബ് പോകുന്നുണ്ടോ? എൻ്റെ ഉണ്ടോ? സ്തോത്രം. ആമേൻ. എനിക്കൊരു മൈ സിസ്റ്റം ഉണ്ടായിരുന്നു. ഒരാൾ വന്ന് ചോദിച്ചു, പാസ്റ്റർ ഒരു പരസ്യത്തിന് തരാമോ എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തു. അതുകൊണ്ട് ഞാൻ സിസ്റ്റം ഇല്ലാതെ പ്രസംഗം, നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് ത്രോട്ടിന് പ്രോബ്ലം വരുന്നത്. സ്തോത്രം. ഞാൻ കൊടുത്തിട്ട് 1.5 വർഷമായി ആ കാക്ക തിരിച്ചു വന്നില്ല. ഹല്ലേലൂയ. തിരുവല്ലയിലെ കാക്കയാ. ആ കാക്കയെ തിരക്ക് ഞാൻ അവിടെ ചെന്നപ്പോ ആ കാക്കയെ അവിടുന്ന് വിട്ട് കായംകുളത്തിന് പോയിട്ടുണ്ട്. എവിടോ ഉണ്ട് ആള്. സ്വോത്രം. പക്ഷെ സിസ്റ്റം അതിൽ ആളും വന്നിട്ടില്ല. ഇതാണ് ഇന്നത്തെ കാലഘട്ടം. സ്വോത്രം പറയാൻ ശക്തിയോടെ. അതുകൊണ്ട് ചിലതൊക്കെ പറഞ്ഞ വിനയായിട്ടുണ്ട്. അതുകൊണ്ട് ചിലർ പറയത്തില്ല. പക്ഷെ ഏലീശയുടെ അവള് പറഞ്ഞു, അല്പം എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അല്പം എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. ഒരാമയും പറയുമ്പോൾ ശക്തിയോടെ, അല്പം എണ്ണയുണ്ടോ അതിനകത്ത് വർധനവ് നടക്കാം. ഗ്രേസി എബ്രഹാം അവിടെ രണ്ടുപേരും ആത്മാവിൽ പ്രാർത്ഥിച്ചു. കർത്താവ് പറയുന്നു, വർദ്ധിപ്പിക്കുന്ന കർത്താവിനെ നാം ആരാധിക്കുന്നത്. ആമേൻ. വർദ്ധിപ്പിക്കുന്ന ഒരു കർത്താവിനെ നാം ആരാധിക്കുന്നത്. ദൈവം തമ്പുരാൻ വർദ്ധിപ്പിക്കാൻ പോവാ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആ കുടുംബത്തെ നോക്കി ശക്തമായി വിളിച്ചു പറയുന്നു, മാമെ, കടക്കാര് വന്നിരിക്കുക, മക്കളെ അടിമപ്പെടുത്താൻ വന്നിരിക്കുക. ഈ കടക്കാർക്ക് ഫൈറ്റിങ് അപ്പനോടും അമ്മയോടുമല്ല, മക്കളോടാ. നല്ല രാമേ പറയാമോ? അല്ലെങ്കിൽ കടക്കാർക്ക് ലക്ഷ്യം മക്കളോടാ. കാര്യം നിന്റെ തലമുറ വീണ നീ തീർന്നെന്നുള്ളതാ. ഇന്ന് രാത്രി ആന്റിയോടും അച്ഛനോടും ദൈവാത്മാവ് ശക്തമായ ദൂത് വിളിച്ചു പറയുന്നു, പ്രാർത്ഥിച്ചോ. തലമുറയ്ക്ക് നേരെ പിശാച് തിരിഞ്ഞിട്ടുണ്ട്. തലമുറയ്ക്ക് നേരെ പിശാച് അടിമകളൊക്കെ നോക്കുന്നുണ്ട്. അതിന്റെ കെട്ടിനെ പൊട്ടിക്കൊണ്ട ഒരു ആരാധന കുടുംബത്തിന്റെ അകത്തളകളിൽ നടക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു. വിശ്വസിച്ച ഇന്ന് രാത്രിയിൽ എന്റെ തമ്പുരാനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഉടകമന റമനഗടഗസിയ. ഇന്ന് രാത്രി അകത്ത് ആരാധനയുണ്ടോ? അകത്ത് നിറവ് നടക്കാൻ പോവാ. അകത്ത് ആരാധന ഉണ്ടെങ്കിൽ അകത്ത് ശക്തമായ നിറവുകൾ നടക്കാൻ പോവാ. ഹല്ലേലൂയ. ഇന്ന് പല കുടുംബങ്ങൾക്കകത്തും ആരാധനയും പാട്ടും സ്തോത്രവും ഗ്ലോറിയും ഒന്നും ഇല്ല.
സ്തോത്രം. അതുകൊണ്ട് പല കുടുംബങ്ങളിൽ നിന്ന് ശൂന്യതയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ ദാസൻ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട് പറയുക. ആമേൻ. അവള് പറഞ്ഞു, അല്പം എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അടുത്തൊരു പദം ഞാൻ നിങ്ങളെ ശ്രദ്ധിപ്പിക്കുകയാണ്. ആ സഹോദരിയോട് പറഞ്ഞു, സ്തോത്രം, ആമേ സ്തോത്രം, നമ്മള് മുറി അടച്ചകത്ത് കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങും. പക്ഷെ ഒറ്റ കാര്യമുണ്ട്. ആമേ, പാത്രങ്ങൾ നിരത്താൻ പറഞ്ഞു. അവരെ പാത്രങ്ങളെല്ലാം നിരത്തിയപ്പോഴൊന്നും ഇച്ചിരി 2-3 പാത്രമേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അപ്പോ അവരോട് പറഞ്ഞ അയൽവക്കത്ത് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ പറക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാവരും നിങ്ങൾ തൻ്റെ ഇടത്തോടെ നോക്കണം. അയൽവക്കത്ത് ചെയ്യുന്ന പാത്രം കിട്ടുന്ന പാത്രം ചോദിച്ചാൽ തരുന്ന എത്ര സഹോദരിമാരുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. രക്തത്താൽ ക്ഷയമെടുക്കുന്നു. അയൽവക്കത്ത് ചെന്ന് പാത്രം ചോദിച്ച് പാത്രം മാച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ അർത്ഥം ചോദിച്ചാൽ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കാണും, കുഞ്ഞുങ്ങളെ അപ്പുറത്ത് ചെയ്യുന്ന പാത്രം വാങ്ങിച്ചുകൊണ്ട് വാ. അനുസരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അപ്പുറത്ത് ചെയ്യുന്ന പാത്രം വാങ്ങിക്കും. രണ്ടാമത്തെ കാര്യം, ഇന്നാളി കൊടുത്ത പാത്രം ആമേ സ്തോത്രം തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയും പാത്രം കിട്ടും. നല്ലൊരു ആമയം പറയാമോ? ചിലര് ആമേ സ്തോത്രം ഇന്നാളി കൊണ്ടുവന്ന കറിപ്പാത്രങ്ങളും ഉപ്പ് കൊണ്ട് പാത്രങ്ങളും ആ പാത്രങ്ങൾ ഈ പാത്രങ്ങളും ഒന്നും ഇപ്പം കൊടുക്കാതെ മാറ്റി ആമേ ഷെൽഫിന് അടിയിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അത് കൊടുക്കാതെ സാധനം നടക്കത്തില്ല. ദൈവത്തിന് ഹിതമില്ലാത്തതെല്ലാം വീട്ടിൽ നിന്ന് പോട്ടെ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ തമ്പുരാൻ നിന്റെ കൂടാരത്തിനകത്ത് തരും. എന്നാൽ അപ്പുറത്ത് ചെന്ന മക്കളൊക്കെ ചെന്ന് പാത്രം പറക്കിക്കൊണ്ട് വന്ന് പാത്രം നിരത്തി വാതിലടച്ച് ആരാധന തുടങ്ങി. ഇന്ന് രാത്രി ചിലരുടെ ദൈവാത്വ പറയുന്നു, നീയും നിന്റെ മക്കളും അകത്ത് കയറി പ്രാർത്ഥിച്ച സമൃദ്ധി നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. ജെസി ബിജു എന്ന് പറയുന്ന കർത്താവിന്റെ ദാസി ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. അകത്ത് നിറവ് വെളിപ്പെടും, അകത്ത് നിറവ് വെളിപ്പെടും. ചില കടക്കെണിക്കകത്തുനിന്ന് ദൈവം പുറത്തു കൊണ്ടുവരും. നല്ല രാമയം പറയാമോ? ഹല്ലേലൂയ. ഒരു ബാധ്യത ഒഴിഞ്ഞവളായി പുറത്തു വരാൻ പോവാ. 2025 ചില വിഷയത്തിനൊക്കെ പരിഹാരമുണ്ടാകുമെന്ന് ചിന്തിച്ചു. പക്ഷെ പ്രാർത്ഥിച്ച് പ്രാർത്ഥന കുറവല്ല, ആരാധിച്ചു സ്തോത്രം പറഞ്ഞു ദൂതിന്റെ കുറവല്ല, ദൈവത്തിന്റെ അരുളപ്പാടിന്റെ കുറവല്ല. എവിടെയൊക്കെയോ എന്തൊക്കെ വീഴ്ച സംഭവിച്ചത് കൊണ്ട് അതൊന്നും വീട്ടാൻ കഴിഞ്ഞില്ല. പക്ഷെ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ശക്തമായൊരു ദൈവപ്രവർത്തി വീടിനകത്ത് നടക്കാൻ പോവാ. അകത്ത് ഒരു അനുഗ്രഹം നടക്കാൻ പോവാ. അകത്ത് ഒരു വിടുതൽ നടക്കാൻ പോവാ. അകത്ത് ഒരു നിറവ് നടക്കാൻ പോവാ. അടയ്ക്കേണ്ട വാതിൽ അടച്ച് അകത്ത് കയറിക്കോ. നീയും നിന്റെ മക്കളും പ്രാർത്ഥന തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ മകത്ത് ചലിക്കും. എത്ര അമ്മമാർ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറുണ്ട്? ഞാനും എന്റെ തലമുറയും അകത്ത് കയറാൻ പോവാ. റിമന ഘടകസി അന്തരാജകസിയ, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രിയിൽ എന്റെ വീടിനകത്ത് ഇറങ്ങി വരുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ 7 രാത്രി പ്രസംഗം ശ്രദ്ധിക്കുന്നുണ്ട്? ഇത് പ്രസംഗമായിട്ട് കണക്കിടാതെ ഇന്ന് ദൈവത്തിന്റെ അരുളപ്പാടാണ്. നീയും നിന്റെ തലമുറയും ഒരു ശേഷിപ്പിലേക്ക് പുറത്തു വരാൻ പോവാ. കുഞ്ഞുങ്ങളെ പഠിപ്പത്തിന് പേര് കടക്കാരാണോ? മക്കളെ കെട്ടത്തിന് വീട്ടിൽ കടക്കാരാണോ? വീട് വെച്ചതിന് പേര് കടക്കാരാണോ? ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഈ രാത്രി ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രിയിലും കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ആമേൻ. അല്പം എണ്ണയുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ആ എണ്ണ കൊണ്ട് ഒരു വലിയ വർധനവ് നടത്തി. നീയും 4ാമത്തെ വാക്യം ഇങ്ങനെയാണ്, നീയും നിന്റെ മക്കളും ആമേൻ അകത്ത് കയറി വാതിലടയ്ക്കണം. ചിലർ വാതിലടയ്ക്കാതെ കയറി പ്രാർത്ഥിച്ചു കളയും. സ്തോത്രം, ഹല്ലേലൂയ. ആവശ്യമില്ലാത്ത എല്ലാം കയറി വരികയും ചെയ്യും. പിന്നെ ആകെപ്പാടെ അവരുമായിട്ട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കല്ലോ അല്ലേ? ചില സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കാലം പായിടുമ്പോൾ കാണത്തില്ല, ആവശ്യമില്ലാത്ത ഏതേലും കയറി വരും. അത് പാട്ട് നടക്കത്തില്ല, പ്രാർത്ഥന നടക്കത്തില്ല. പ്രാർത്ഥന ഉഴപ്പാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും വല്ലവനും കയറി വരുന്നത്. അതുകൊണ്ട് വാതിലടച്ച് പ്രാർത്ഥിച്ചോ. നീയും നിന്റെ തലമുറയും ഒരു വേറൊരു മേഖലയിലേക്ക് എത്തപ്പെടാൻ പോവാ. നിന്റെ ജീവിതത്തിനകത്ത് ചില ബാധ്യതകളെ ദൈവം തുടച്ചു മാറ്റാം. എൽസി ഷാജൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് സമ്പൂർണമായി പ്രാർത്ഥിച്ച് ജയമെടുത്തോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നീയും നിന്റെ മക്കളും അകത്ത് കയറിയേ പറ്റൂ. റിമാന ഹഡകൾ ഖമാനഗസിയ. ജീവിതത്തിനകത്ത് നടക്കത്തില്ലെന്ന പിശാച് വിധി പറഞ്ഞ ചിലതിനെ നടപ്പിലാക്കി മാനിച്ച് ദൈവത്തിന്റെ ശക്തമായ ഭദ്രത ഇന്ന് രാത്രി വെളിപ്പെടുമെന്ന പരിശുദ്ധാത്മ സഹോദരിയെ നോക്കി ദൂത് വിളിച്ച് പറയുക. അടകമന റിമനഘടക ശംഭനാലഗസിയ അർദ്ധമാന വൈഡമനഗസി. ചിലരെ ദൈവാത്മവീരത്ത് സ്പർശിക്കാൻ പോകുക. നിങ്ങൾ അനുഭവിക്കുന്ന വ്യതകൾ ഒരു പാസ്റ്ററോട് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. നിങ്ങൾ അനുഭവിക്കുന്ന വ്യതകൾ നിങ്ങളുടെ ദൈവദാസനോട് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത്ഭുതങ്ങൾ നിങ്ങളുടെ വീട്ടിനകത്ത് നടക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, നിങ്ങളെ വിളിച്ച
വിളിച്ചത് സഭയല്ല, നിങ്ങളെ വിളിച്ചത് സംഘടനയല്ല, നിങ്ങളെ വിളിച്ചത് അഭിഷക്തന്മാരല്ല, വിളിച്ച തേജോമനായ ദൈവമാണെന്ന് അകത്ത് ഉറപ്പുള്ള ദൈവമക്കൾ പ്രാർത്ഥിച്ചാട്ടെ. ആരൊക്കെ നിന്നെ തടഞ്ഞാലും, ആരൊക്കെ നിന്നെ തഴഞ്ഞാല്, നിന്നെ തിരക്കി വരുന്ന തേജസ്സേറിയൊരു ദൈവമുണ്ടെന്ന് അകത്ത് ആ ഉന്മേഷമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പ, തെരഞ്ഞെടുക്കപ്പെട്ടവരാകയാ. ഇന്ന് രാത്രി ആ മഹത്വം എന്റെ മേൽ ശക്തിയോടെ വ്യാപരിക്കുകയാ. പ്രിയ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ ആത്മാവ് ഈ രാത്രി ശക്തമായി പറയുന്നു. സ്വതന്ത്രം ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, നിങ്ങൾ ഈ ആണ്ടിൽ വിതച്ചതൊക്കെ ഈ ആണ്ടിൽ തന്നെ കൊയ്യുമെന്ന കർത്താവ് ഇടപെടുന്നത്. എന്താ അങ്ങനെ പറയുന്ന അറിയില്ല. ആത്മാവിൽ പ്രാർത്ഥിച്ചു, കർത്താവ് ഇത് ചെയ്തെടുക്കാൻ പോകുകയാണ്. ആമേ. ഇസഹാക്ക് വിതച്ചിട്ട് സ്തോത്രം ഹല്ലേലൂയ ആ ആണ്ടിൽ തന്നെ കൊയ്തെന്ന വചനം വായിക്കുന്നത്. അമ്മ വിതച്ച വർഷം 2025 വിതച്ചിട്ടുണ്ടെങ്കിൽ 2026 ഫെബ്രുവരിയിലേക്ക് കൊയ്ത്ത് മാറ്റത്തില്ല. കൊയ്ത്ത് അടുത്ത വർഷത്തേക്ക് ആക്കാമെന്ന് ദൈവം പറയത്തില്ല. വിതച്ച വർഷം തന്നെ കൊയ്ത്തുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേ. നീ വിതച്ചിട്ടുണ്ടെങ്കിൽ നീ കൊയ്തെടുക്കും. നീ വിതച്ചിട്ടുണ്ടെങ്കിൽ നീ കൊയ്തെടുക്കും. ഒരു കൊയ്ത്തിന് ജനം തയ്യാറായിട്ടെ. ഉടകമന റമനഘടക ശബ്ദന. കണ്ണുനീരോടെ വിതച്ചിട്ടുണ്ടോ? കണ്ണുനീരോടല്ല കൊയ്ത്ത് ആർപ്പോടാ. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, കണ്ണുനീരോടെ വിതച്ചവർക്ക് വേണ്ടി ആർപ്പോടെ ഒരു കൊയ്ത്തിന്റെ സീസൺ ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ദൂത് വിളിച്ചു പറയുകയാ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയില് ആ സഹോദരി നോക്കി വ്യക്തമായി വിളിച്ചു പറയുന്നു, പ്രാർത്ഥിച്ചോ. ഈ വർഷത്തിന് മുമ്പ്, ഈ വർഷം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ ചില ദൈവിക പത്തിലേക്ക് വരും. ഹല്ലേലൂയ. ചെയ്തത് പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ചിലരൊക്കെയുണ്ട്. സഹായിച്ചത് പരാജയമായി, കൊടുത്തത് പരാജയമായി എന്ന് ചിന്തിക്കുന്ന ചിലര് ഇന്ന് രാത്രി പരിശുദ്ധാത്മ കാണുന്നു. ദൈവാത്മ പറയുന്നു, നിന്റെ വീടിനകത്ത് നിറവ് നടക്കാൻ പോകും. നിന്റെ വീടിനകത്ത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ വീടിനകത്ത് നിറവ് നടക്കാൻ പോവാ. ഞായറാഴ്ച ദിവസം പാസ്റ്ററോ സഭക്കാരെ ചോദിക്കുക, അടുത്ത ആഴ്ച എവിടെ പ്രാർത്ഥന വേണം ചോദിച്ചാൽ നമ്മൾ തെക്കോട്ടും വടക്കോട്ടും നോക്കി ഈ ആഴ്ച വേണ്ടെന്ന വാക്കിനർത്ഥം. സ്തോത്രം ഹല്ലേലൂയ. അല്ലേ? സ്തോത്രം. ചിലര് പറയും, പാസ്റ്റർ ഈ സീസൺ, ഈ മഴയൊന്ന് കഴിയട്ടെ, മഴ വരുമ്പോ പറയാം ആകെപ്പാടെ വെയില പണിയില്ലെന്ന് പറയും. സീസൺ മാറ്റി വെച്ചിട്ട് വീടിനകത്ത് ദുരന്തം വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ പ്രാർത്ഥന നടക്കാത്തതിന്റെ ഗുണം. ഇന്ന് രാത്രിയിൽ എത്ര സൂം മീറ്റിംഗ് നടത്തിയാലും വീടിനകത്ത് പ്രാർത്ഥന വേണം. ആമേൻ. ഒരാമേൻ പറയാമോ? സൂമിനകത്ത് കയറി ദൂതു ആലോചന പ്രാപിച്ചിട്ടൊക്കെ പോയാൽ പോരാ, വീടിനകത്ത് യാഗപീഠം കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, നിന്നെ പോലെ ജയാളി വേറെ ആരുമില്ല. ഉറപ്പുള്ളവർ മാത്രമേ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. രക്തത്താലും 21 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത്തെ ദിവസമാ. സ്തോത്രം ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാ പറയുന്നത് ചിലതിനെയൊക്കെ തകർക്കാൻ ദൈവം തന്നെ കൊണ്ടുവന്നിരിക്കുക കേട്ടോ. ഹല്ലേലൂയ. പരാജയപ്പെടുത്തുമെന്ന് ദൂതൻ വെല്ലുവിളിക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഒരുത്തനും തകർക്കാൻ കഴിയാത്ത വിധത്തിൽ അഭിഷേക ദൈവം പകർന്നിരിക്കുന്നത്. ഇനി ആളെ കൂട്ടി വന്ന് തകർക്കാൻ നോക്കിയാലും തകരത്തില്ല. കാര്യം പകരുന്ന അഭിഷേകം തലമേല. വചനം വായിക്കുന്നു, അവൻ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോണേ, ചെറിയ ശ്രദ്ധിച്ചോണേ. ദൈവാത്മാവ് ഇങ്ങനെ വെളിപ്പാട് എന്തുകൊണ്ടാ ദാവീദ് പറഞ്ഞത് തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തെന്ന്? നമ്മള് സ്വോത്ര തലയിൽ അഭിഷേകം വെച്ചാൽ അത് അസ്ഥിക്കകത്തോട്ട് അങ്ങ് വ്യാപരിക്കുക, അത് കൈകാലുകളിലേക്ക് അങ്ങ് വ്യാപരിക്കുക, അത് ഹാർട്ടിലും ലിവറിലും കിഡ്നിയിലും ഒക്കെ വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തിൽ തലമേൽ അഭിഷേകം ഉള്ളവനെ തകർത്ത് കളയാൻ കഴിയത്തില്ല കേട്ടോ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ മകനെ പരിശുദ്ധാത്മ പറയുന്നു, ഈ ദിവസങ്ങളിലൊക്കെ നന്മയ്ക്കായി ഒരടയാളം ഞാൻ വെളിപ്പെടുത്താൻ പോവാ. കുടുംബത്തിനകത്ത് ശൂന്യതകൾ വരുത്തി, കുടുംബത്തിനകത്ത് വറുതികൾ വരുത്തി നമ്മെ തകർത്ത് കളയുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ വില കുടുംബം മനസ്സിലാകത്ത നിലവാരത്തിൽ ദൈവത്തിന്റെ കരമങ്ങളുടെ ദാസനെ തൊടുകയാ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ഈ രാത്രി ഞാൻ ജയമെടുക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ ആത്മാ പറയുന്നു, നീയും നിന്റെ മക്കളും കൂടെ അകത്ത് കാണാം. ഇപ്പോഴത്തെ മക്കളുടെ കാര്യം പറയാതിരിക്കുക നല്ലത്. കാര്യം മോനെ പയറാന്ന് പറഞ്ഞാൽ അവൻ പറയും 9 കഴിയിട്ടെന്ന് പറയും. 9 കഴിച്ചിട്ട് പറയും കഴിച്ചിട്ട് മതി എന്ന് പറയും. ചെറുപ്പകാലത്തൊക്കെ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന നടക്കുമ്പോൾ സന്ധ്യക്ക് പ്രാർത്ഥിക്കാതെ അത്താഴമില്ലായിരുന്നു. ഇപ്പൊ പിള്ളേർ കിച്ചനെ കൂടെ അപ്പനെ അമ്മയെ തോപ്പിച്ച് അപ്പുറത്തോടെ കയറി ഫുഡ് കഴിക്കുന്ന പാർട്ടികളാ.
സ്വോത്രം, രക്തത്താൽ ജയമെടുക്കുന്നു. അതുകൊണ്ട് സ്വോത്രം, ചെറുപ്പകാലത്തെ ആ വളത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് കൃപയിലൊക്കെ നീക്കുന്നത്. സ്വോത്രം, പരിശുദ്ധാത്മ പറയുന്നു, സ്വോത്രം, നീയും നിന്റെ മക്കളും അകത്ത് കയറണം. ഞാൻ ആരോടോ കർത്താവ് ഇന്ന് രാത്രി വ്യക്തമായി ഇടപെടുന്നു. നീയും നിന്റെ മക്കളും അനുഗ്രഹം പ്രാപിക്കാൻ സമയമായി. ആമേൻ. നിന്നെ അനാഥത്വപ്പെടുത്താൻ ദുഷ്ടൻ അവന്റെ പദ്ധതി തയ്യാറാക്കുമ്പോൾ ദൈവാത്ത പറയുന്നു, നീയും നിന്റെ സന്തതിയും അനുഗ്രഹിക്കപ്പെടും. ചിലരെ കർത്താവ് ഇന്ന് രാത്രി കാണിക്കുന്നുണ്ട്. പരിശുദ്ധാത്മ ഫേബ മോളെ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ഇന്ന് രാത്രി നിന്നെ ആ വിധത്തിനകത്ത് അഭിഷേകം ചെയ്യുന്നു. ദൈവാത്ത പറയുന്നു, നീ അകത്ത് കയറിക്കോ, നിനക്കുള്ള നിറവ് നടക്കാൻ പോവാ. നിന്നെ നിറയ്ക്കുന്ന ഒരു സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നടക്കാൻ പോവാ. റീമാന ഘടക, ദൈവത്തിന്റെ ആലോചന നിന്റെ മേലുണ്ട്, പക്ഷെ ആലോചന പോലെ നടക്കാൻ പോവാ. റീമാന ഘടകസി അതരഘടക വൈഡപ്രവശ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ തുറക്കാൻ മോളെ ബിൻസി ദൈവാത്ത പറയുന്നത്, നീ അകത്ത് കയറിക്കോ, അകത്ത് കയറി ഡോർ അടച്ചോ. ദൈവം നിനക്ക് വേണ്ടി ചില മറുപടി തരാൻ പോവാ. ആരോടും ഇടപെടാത്ത ചില കാര്യങ്ങൾ നിന്നോട് ഇടപെടാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ആമേൻ. ആരോടും ഇടപെടാത്ത ചില കാര്യങ്ങൾ ഇടപെടാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. വീട്ടുകാർ കേൾക്കണ്ട, നാട്ടുകാർ കേൾക്കണ്ട, ആര് കേൾക്കാത്ത ചില അപൂർവ ചില കാര്യങ്ങൾ അറിയിക്കാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന മുറിക്കകത്തോട്ട് കയറാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി മോളെ ദൂത് പറയുകയാ. പ്രാർത്ഥിച്ചേറ്റെടുത്തോ, നിനക്ക് വേണ്ടി ചില വാതിലുകളെ, നിനക്ക് വേണ്ടി ചില വഴികളെ, നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ, നിന്നെ ആക്ഷേപിച്ചവരുടെ നടുവിൽ നിനക്ക് വേണ്ടി പുതിയതൊക്കെ ജനത് ദൈവം ചെയ്തെടുക്കുമെന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നു. അഭിഷേകത്തോടെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുകയാ. ആമേൻ. അപ്പൊ അമ്മയും മക്കളും കൂടെ വീടിനകത്ത് കയറി പ്രാർത്ഥന ആരംഭിച്ചു. എണ്ണയുടെ വരവ് തുടങ്ങി. മതി എന്ന് പറയുന്നവരെ ഞാൻ ഈ വചനത്തെ ഇവിടെ നിന്നുകൊണ്ട് ആ കർത്താവിന്റെ ദാസ ബിന്ദു ബൈജുവിനോട് ഒരു ദൂത് പറയട്ടെ. ഡ്രീം വലുതാണെങ്കിൽ, ദർശനം വലുതാണെങ്കിൽ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ആമേൻ. ആ പറയുന്ന ആ വചനത്തിനകത്ത് പാത്രങ്ങൾ പറക്കിക്കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ സ്പൂൺ കൊണ്ടാണ് വന്നെങ്കിൽ സ്പൂണിനകത്ത് കിട്ടത്തുള്ളൂ. ആമേൻ. പാത്രം വലുതാണെങ്കിൽ നിറവ് ഭയങ്കരമായിരിക്കും. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, അകത്ത് കിടക്കുന്ന സ്വപ്നം വലുതാണെങ്കിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ഈ ദിവസങ്ങളിൽ ചെയ്തെടുക്കാൻ പോവാം. ഒരാമയും പറഞ്ഞാൽ ശ്രദ്ധയോടെ ദൈവാത്മാവിന്റെ ദാസയെ നോക്കി ദൈവാത്മാവ് ഇങ്ങനെ ഒരു പ്രവചന ദൂത് കൈമാറുകയാണ്. യേശു കർത്താവ് പത്രോസിനെ ആദ്യം കണ്ടപ്പോൾ അവന്റെ കയ്യിലിരിക്കുന്ന ആയുധം ഏതാണെന്ന് കർത്താവ് നോക്കി. ആമേൻ. ഹല്ലേലൂയ. പത്രോസിനെ കർത്താവ് കണ്ടപ്പോൾ പത്രോസിന്റെ കയ്യിലിരിക്കുന്ന ആയുധ ചൂണ്ടലല്ലായിരുന്നു, ഒരു വലിയ വലയായിരുന്നു. ഹല്ലേലൂയ. അതിനർത്ഥം അവൻ ഒരു മീനെ പിടിക്കുന്ന വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഒരു കൂട്ടത്തിന് വേണ്ടി പുറപ്പെടാൻ അവന്റെ കയ്യിൽ ഇരിക്കുന്ന ആയുധത്തെ മനസ്സിലാക്കിയ കർത്താവ് പറയുന്നത്, നീ പോരടാ, നീ 3000 എണ്ണം നിന്റെ ഒറ്റ പ്രസംഗത്തിൽ ഗുണപ്പെടാൻ പോവാ. ഒരാമയെ പറയാമോ? കർത്താവിന്റെ ദാസി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിങ്ങളുടെ കരത്തിലേക്കുന്ന ആയുധം അറിഞ്ഞിട്ട് ഇന്ന് രാത്രി ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവാ. അതാരും ആമേൻ അതുവിധം പറഞ്ഞിട്ട് കഥയില്ല. ദർശനം വലുതാണെങ്കിൽ വലിയ കാര്യങ്ങൾ 2025-ലും 2026-ലും ദൈവം ചെയ്യിപ്പിക്കും. ഉറപ്പോടെ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞു. കർത്താവ് രാത്രി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാ. രക്തം ജയമെടുക്കുന്നു. ആയുധം പലതാ കേട്ടോ. പത്രോസിന്റെ കയ്യിരിക്കുന്ന ആയുധത്തെ നോക്കിക്കൊണ്ട് കർത്താവ്, എടാ വലയാണല്ലോ എടുത്തിരിക്കുന്നത്, എടാ വല വീശുന്നവനോട് ചോദിച്ച് ഒരു മീനെ കിട്ടിയെന്നാലും ചോദിക്കുമോ? എത്ര മീൻ? ഒരു കൂട്ടത്തെ അവൻ പിടിച്ചത്. അങ്ങനെങ്കിൽ ബൈജുബിത്ത് സിസ്റ്റർ പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ രാത്രി ദൈവത്തിന്റെ രാത്രി ദാസിയോട് വ്യക്തമായി പറയുന്നു, ഒരു കൂട്ടത്തിന്റെ ഉടമസ്ഥയാകാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അകത്ത് അതേ വെളിപ്പാട് സ്വപ്നം അതിനകത്തുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി വ്യാപരിക്കാൻ പോകുകയാണ്. എടുക്കുന്നു. ചിലരൊക്കെ സ്വപ്നം എഴുതി വെക്കാറുണ്ട്. ഡ്രീം എഴുതി വെക്കുന്നല്ല. ഞാൻ ഒത്തിരി സ്വപ്നം എഴുതി വെച്ചിട്ടുണ്ട്, നടക്കും. സ്വോത്രം. ആമേൻ. നടക്കാൻ പോവല്ലോ. സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. ഡ്രീം എഴുതി വെക്കുന്ന നല്ലതാ. ഹല്ലേലൂയ. സ്വപ്നമൊക്കെ എഴുതി വെച്ചിട്ട് എന്ന് സ്വോത്രം പറഞ്ഞ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ച കർത്താവ് അത്ഭുതം ചെയ്യുമെന്നേ. ഹല്ലേലൂയ. രക്തത്താലും ജയമെടുക്കുന്നു. ഓ റിവാഷഖേനിയ അധന ബാമേ ബിന്ദുസിനെ പ്രാർത്ഥിച്ചോ. കർത്താവ് രാത്രി നിങ്ങളെ തൊടുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രാത്രി നിങ്ങളെ സ്പർശിക്കുക. നിങ്ങളുടെ മേൽ ഭയങ്കര ദർശനം ദൈവം തന്നിട്ടുണ്ട്. ദർശനത്തിനകത്തൂടെ കയറിക്കൂ. ഞാനൊരു കാര്യം കർത്താവിന്റെ ദാസിയോട് ഞാൻ പറയട്ടെ. ആത്മശബ്ദമായി പറയുന്നത്, പൗലോസിന്റെ ജീവിതം ജയകരമായ ജീവിതമായിരുന്നു. പൗലോസിന്റെ ജീവിതം ജയിച്ച ജീവിതമാണ്. പൗലോസ് സക്സസ് ആയിരുന്നു.
ഇംഗ്ലീഷൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, അതുകൊണ്ട് ഇനി പറയുന്നത്. സ്തോത്രം. ആമേൻ. ആമേൻ. പൗലോസിന്റെ ജീവിതം ഭയങ്കര ജയകരമായ ജീവിതമായിരുന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്താ കർത്താവെ അങ്ങനെ? കപ്പൽ ഛേദകമുണ്ടായിരുന്നു, കടലിലെ ആപത്തുണ്ടായിരുന്നു, കരയിലെ ആപത്തുണ്ടായിരുന്നു. ആമേ സ്തോത്രം. ആമേ അടി കൊണ്ടവനാണ്, കാരാഗ്രഹവാസം അനുഭവിച്ചവനാണ്. ഇതൊക്കെ ഉണ്ടായിട്ട് എങ്ങനെ പൗലോസ് ജയിച്ചേ? കർത്താവ് എന്നോട് പറഞ്ഞൊരു ദൂത് ബിന്ദുസ്വത്തോട് ഞാൻ കൈമാറാൻ പോവാ. അവൻ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചില്ല. നല്ല രാമൻ പറയാമോ? ഹല്ലേലൂയ. ചമ്മട്ടി വന്നാലും, നഷ്ടം വന്നാലും, കാരാഗ്രഹം വന്നാലും, ഇനി തടവറ വന്നാലും, ഇനി ആരൊക്കെ എനിക്കെതിരായാലും ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാണിക്കത്തില്ലെന്ന് അകത്തെ ചിന്തയുണ്ടെങ്കിൽ ജീവിതം വലിയ ജയത്തിലേക്ക് മൂവ് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നു. വിശ്വസിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് വ്യക്തമായി ഇന്ന് രാത്രി ഇടപെടുകയാണ്. മകളെ, ഇന്ന് രാത്രി ദർശനത്തിനകത്ത് ശ്രദ്ധ വെച്ചോ, ദർശനം എഴുതി വെച്ചോ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നടക്കാൻ പോവാ. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ദർശനം വലുതാണെങ്കിൽ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യുവാൻ ആപ്പെട്ട കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാ. അവൻ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാത്ത പൗലോസിനെ മാനിച്ചതുപോലെ കർത്താവ് ഇന്ന് രാത്രിയിൽ ചിലരെ മാനിക്കുക. കർത്താവ് രാത്രി ചിലരോട് വ്യക്തമായി രാത്രി ഇടപെടുന്നു. ദർശനത്തിനകത്ത് അങ്ങ് നിന്നാ മതി. സ്തോത്രം. വല്ലവരും ദർശനത്തെ കയറി പിടിക്കണ്ട, നമുക്ക് കിട്ടിയ ദർശനത്തിൽ നിന്നാ മതി. ദർശനം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്നേ തള്ളലുണ്ടാകും. സ്തോത്രം. ചിലർ സ്വപ്നം പറഞ്ഞതാണ് ആകെപ്പാടെ പ്രശ്നമായത്. സ്തോത്രം. 17ാമത്തെ വയസ്സിൽ ഒരു പാവം പിടിച്ച പയ്യൻ ചേട്ടന്മാരുടെ അപ്പനോട് അമ്മയുടെ സ്വപ്നം പറഞ്ഞു. അവനെ അടിച്ച് പുറത്താക്കി. പക്ഷെ പുറത്താക്കിയവന്റെ നടുവിൽ ദൈവം അവനെ രാജകീയമായി മാനിച്ചു കേട്ടോ. എവിടൊക്കെ തള്ളപ്പെട്ടിട്ടുണ്ടോ അവിടെ ദൈവം മാനിക്കും. എനിക്ക് വലിയ ഇഷ്ടമാണ്. ആരെങ്കിലും അങ്ങ് തള്ളിയെ കൊള്ളാം, ദൈവം നമ്മെ മാനിക്കും. ഒരു ആമേൻ പറഞ്ഞാട്ടെ. തള്ളപ്പെട്ടവരെ ഞാൻ ആത്മാവിൽ പറയും, തള്ളപ്പെട്ടവരെയൊക്കെ ദൈവത്തിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. രക്തം ക്ഷേമെടുക്കണം. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ. ചിലർ ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ നിനക്ക് വന്നിട്ട് നീ ഇനി എന്താ വീണു പോകാഞ്ഞത്? വീഴത്തില്ലടോ. അകത്ത് കൃപയുള്ളവനെ വീഴ്ത്താൻ ആർക്കും കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ അകത്ത് ഉന്മേഷമുള്ളവനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവിടെ പുറമേ കണ്ടാൽ വലിയ ചൂട് കാണത്തില്ല. അകം തീയുള്ളവനെ തമ്പുരാൻ ആവശ്യം. അകത്ത് തീയാണോ? ഒന്നും നിന്നെ യേശത്തില്ലെന്ന കർത്താവിന്റെ രാത്രി ഇടപെടുകയാ. ഉടകന റമന സമന ധുരമ റകൽക്കന അരകച്ചി അതനകടക ചുടംപ്രഭാനിയ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകണം. ഇതാണ് പിശാചിന്റെ പരിപാടി. കർത്താവിന്റെ രാത്രിയിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഷ പറയുന്നത് നിങ്ങളൊരു ശേഷിപ്പിലേക്ക് വരാൻ പോവാം. ആമേൻ പറയാമോ ശക്തിയോടെ? ഹല്ലേലൂയ. പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു ശേഷിപ്പുണ്ടാകും. സൂം മീറ്റിംഗ് ഒക്കെ തുടങ്ങുമ്പോഴേ ഓർക്ക് 21 ഇരിക്കുമ്പോഴേ ചിലര് ധാരണ ചോദിച്ചാൽ മിക്കവാറും ഇത് കാശുണ്ടാക്കാനുള്ള വലിയ പരിപാടിയിലേക്ക് ഇവർ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കാശുണ്ടാക്കാനാണെങ്കിൽ എനിക്കറിയാം ഏറ്റവും കൂടുതൽ കാശ് കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ 2 നില ഫ്ലാറ്റ് വെക്കേണ്ട സമയം കഴിഞ്ഞു ഇപ്പം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പണത്തിലല്ല കുഞ്ഞെ എന്റെ ചിന്ത പുറത്ത്. എന്റെ പ്രസംഗം നിങ്ങൾ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയാ, ജനം വിടുവിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വേറെ ലെവലാ കേട്ടോ. ഒരാമയും പറഞ്ഞാട്ടെ. ജനമൊന്ന് വിടുവിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ ഭയങ്കര അനുഗ്രഹമാണ് കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. നീ വിടുവിക്കപ്പെടണം. നിന്റെ വിടുതൽ ഇന്ന് രാത്രി നടക്കണം. നിന്റെ വിടുതൽ രാത്രി നടക്കണം. നിന്റെ വിടുതൽ രാത്രി നടക്കണം. നിന്റെ വിടുതൽ രാത്രി നടക്കണം. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് ശക്തമായി ചിലരെ തൊട്ടിട്ട് പറയുക. ആമേൻ, ആമേ, കാമേ. ശേഖേമിനകത്ത് നിന്ന് കേട്ടത് ഷോം എന്ന് പറയുന്ന ബ്രദർ പ്രാർത്ഥിച്ചാട്ട് ഷോം. കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു. ശേഖേമിൽ നിന്ന് കേട്ടവനാ യോസഫ്. പക്ഷേ മറ്റൊരു പട്ടണത്തിൽ കൊണ്ടിട്ട ഭണ്ഡാരം തുറന്നു കൊടുത്ത യോസഫിനെ മാനിച്ചവനാ ദൈവം. ദൈവാത്മ പറയുന്നു, എവിടെ അപമാനിക്കപ്പെട്ടോ അപമാനം കിടക്കട്ടെ, മാറ്റി പണിപ്പിക്കും ദൈവം ചെയ്തത്. ചില കാര്യങ്ങൾ ദൈവം ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നത്, അബ്രഹാം കുഴിച്ച കുഴിയൊക്കെ ഇവന്മാര് വന്ന് ശണ്ടയിട്ട് അടച്ചില്ലേ. നമ്മളാണെങ്കിൽ അടുത്ത കേസ് പറഞ്ഞാൽ ഇപ്പോഴങ്ങനെ ഇപ്പൊ മൊത്തം കേസും വഴക്കുവാ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളാണ് കൊണ്ട് പിന്നെ അടുത്ത വക്കീലിനെ കണ്ടേനും. സ്തോത്രം. പക്ഷേ ഭക്തൻ പോയി കണ്ടില്ല. ആമേടാ എനിക്കൊരു വംശം വരുന്നുണ്ട്, എനിക്കൊരു തലമുറ വരുന്നുണ്ട്, അവൻ മാറ്റി കുഴിച്ചോടും. ആമേൻ പറയാമോ? ഹല്ലേലൂയ. ഇവിടെ അടച്ചാൽ എന്റെ തലമുറ മാറ്റി കുഴിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ സഹോദരനോട് ദൂത് പറയുമ്പോൾ ഞാനും അത് ഏറ്റെടുക്കുന്നു, നിങ്ങളും ഏറ്റെടുത്തേ പറ്റൂ. നിന്റെ അടച്ചത് നീ ഓർത്ത് പേടിക്കേണ്ട. നിന്റെ തലമുറ നിനക്ക് വരുന്നുണ്ട്. അവൻ മാറി കുഴിക്കാൻ പോവാ. ദൈവം എനിക്ക് ഇടം തന്നെന്ന് പറഞ്ഞ് അവൻ മാറിക്കുഴിക്കും. നീ പ്രസവിച്ചത് വെറുതെ അല്ല.
വെറുതെയല്ല, നീ വളർത്തിയത് വെറുതെയല്ല. ഹല്ലേലൂയ. നീ കരുതിയത് വെറുതെയല്ല, നീ പഠിപ്പിച്ചത് വെറുതെയല്ല, നീ പ്രാർത്ഥിച്ചത് വെറുതെയല്ല. നിന്റെ തലമുറയിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ എന്റെ കർത്താവിന് പദ്ധതിയുണ്ടെന്ന് പറഞ്ഞാൽ ആത്മാവിൽ വിശ്വസിക്കുന്ന ദൈവജനം മുഖം നോക്കാതെ ശക്തിയോടെ ഒരു നല്ല ആരാധന ദൈവത്തിന് കൊടുത്താണ്. ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറഞ്ഞ ചില തലമുറകൾ മാറി കൊഴിക്കാമോ കേട്ടോ ബീനയാന്റി, തലമുറ മാറി കൊഴിക്കും. നമ്മൾ കൊഴിച്ചെടുത്ത് ഒന്നും തലമുറ കൊഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം അച്ഛൻ തിരുവല്ലയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയിട്ട് നല്ലൊരു വീട് ഇവിടെ പണിത് നല്ല കുഞ്ഞുങ്ങൾക്ക് രണ്ട് പെങ്ങുഞ്ഞുങ്ങൾക്ക് 2 ഫ്ലാറ്റ് പണിതിട്ട് അവര് പോയി എറണാകുളത്ത് വേറെ ഫ്ലാറ്റ് വാങ്ങിച്ചത്. അതുകൊണ്ട് പിള്ളേർക്ക് വേണ്ടി ഒത്തിരി പണിയായിരിക്കുകയാണ് നല്ലത്. അമ്മാര് വേറെ പണിയും. സ്വത്രം. ഹല്ലേലൂയ. പണിയണം, അതാ ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. അപ്പൻ പണിയാത്തത് തലമുറ പണിയും കേട്ടോ. ആമേ. ബിനാന്റി പ്രാർത്ഥിച്ചോ, കർത്താവ് പറയുന്ന തലമുറയ്ക്കൊരു വാസസ്ഥലം ഒരുങ്ങും. ആമേൻ, ആമേൻ. തലമുറയ്ക്ക് ഒരു വാസസ്ഥലം ഒരുക്കും, തലമുറയ്ക്കൊരു വാസസ്ഥലം ഒരുക്കും. ദൈവാത്മാവ് അങ്ങനെ പ്രവചിക്കുന്നു. 2026 ദൈവം നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് കുഴിക്കാൻ പോവാ. നിങ്ങളുടെ തലമുറ കുഴിക്കാൻ പോവാ. ആ കുഴിച്ചെടുത്ത് അപ്പന്റെ ഉറവ അടച്ചവൻ അങ്ങോട്ട് വരത്തില്ല, പ്രവേശനമില്ല. അവിടെ അവകാശം പറയാൻ പലരും വന്നു, ഇവിടെ അവകാശം പറയാൻ ആരുമില്ല. ഇത് ഇസഹാക്കിന്റെ ഉറവയാ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചിലത് തമ്പരം മാറി കുഴിക്കാൻ പോവാ. ഈ 21, 40, 7, 3, 2, 1 ഒക്കെ ഇരിക്കുന്നത് എന്തിനാ ചോദിച്ചാ അടുത്ത തലമുറയൊന്ന് പുറത്തു വരാനാ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഇവിടം കൊണ്ട് തീരുന്നതല്ല, ഇവിടം കൊണ്ട് തീർന്നു പോകരുത്. അടുത്ത ജനറേഷൻ പുറത്തു വരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രവചിക്കുന്നു. വിശ്വസിച്ച ഇന്ന് രാത്രി ആമേൻ പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഞാൻ ദാനിയേലിന്റെ പുസ്തകം കഴിഞ്ഞ ദിവസം വായിച്ചു. ചില സമയത്ത് പുസ്തകം വായിക്കാൻ അങ്ങ് തോന്നും, ചില സമയത്ത് ആമേൻ തോന്നത്തില്ല, ഞാൻ വായിക്കുന്നുണ്ട്. സ്തോത്രം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം മൊത്തം കഴിഞ്ഞ ദിവസം ഞാനത് വായിച്ചപ്പോൾ മൊത്തം മനസ്സിലാക്കിയത് തുടങ്ങിയപ്പോ തൊട്ട് അവസാനം വരെ ദാനിയേല്, തുടങ്ങിയപ്പോ തൊട്ട് അവസാനം വരെ പുസ്തകത്തിന്റെ പേരും ദാനിയേല്. സത്യത്തിൽ അവസാന അധ്യായത്തിൽ ദാനിയേലിനെ കൊണ്ട് കുഴിച്ചു വിട്ടു. ആരെങ്കിലും ഉണ്ടോ പകരക്കാര്? ഉണ്ടോ? അയ്യോ, നീയോ പോയ ദാനിയേലെ വിശ്രമിച്ചു കൊല്ല, കാലാവസാനത്തിൽ നിന്റെ ഓഹരി വാങ്ങിപ്പാൻ എഴുന്നേറ്റ് വരിക. പകരത്തിന് ആരെങ്കിലും ഉണ്ടോ? കണ്ടിന്യൂ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ആത്മാവിൽ പറയുന്നത് പകരക്കാരെ എഴുന്നേൽപ്പിക്കുക ദൈവാത്മാവ്. ആമേൻ. പകരക്കാരെ എഴുന്നേൽപ്പിക്കുക. ബീന അജയാന്റിയും അജയനച്ചാനും രണ്ടുപേരും പ്രാർത്ഥിച്ചാട്ടെ. റമനഘടക. ഇതിവിടം കൊണ്ട് തീരുന്നതല്ല, തീർക്കാൻ വേണ്ടി എന്തൊക്കെ പരിപാടി, ആസൂത്രിത പരിപാടികൾ ചെയ്താലും ദൈവാത്മാവ് ഇത് ഇവിടം കൊണ്ട് വൈൻഡ് പാകത്തില്ല. ഏറ്റെടുത്ത് ചെയ്യാൻ ചിലരെ പകരക്കാരെ നിങ്ങൾ തന്നെ ശുശ്രൂഷ എഴുന്നേൽപ്പിക്കാൻ പോവാ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏലിയാവ് മരിക്കാൻ വേണ്ടി വലിയ ആഗ്രഹിച്ചു അല്ലേ? പ്രാർത്ഥനക്കാർക്ക് മരിക്കണമെന്ന് ആഗ്രഹമുള്ളതിനകത്ത് ഇരിപ്പുണ്ട്. സ്വതന്ത്രം. ഹല്ലേലൂയ. ഈ ഏലിയാവ് ശുശ്രൂഷ കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്നെ അങ്ങ് എടുത്തോ, മേലോട്ട് എടുത്തോ, ഞാൻ അത്ര കൊള്ളത്തൊന്നുമില്ലെന്ന് പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞപ്പോ തമ്പുരാൻ എടുക്കാൻ 2-3 കാര്യമുണ്ട്. ഒന്ന്, 7000 എണ്ണം മുട്ടുമടക്കാത്ത ബാലിന്റെ പ്രവാചകൻ മുട്ടുമടക്കാത്ത 7000 എണ്ണം ഉണ്ട്. അവിടുത്തെ പാസ്റ്റാക്കാൻ നീ തീരുമാനിച്ചിരിക്കുക, അതുകൊണ്ട് നീ ഇപ്പോഴേ പോകണ്ട. 2, ആമേ സ്വതന്ത്രം. നീ പൊക്കോ, നീ പോകുന്നതിന് മുമ്പ് നിന്നെ പോലെ ഒരുത്തനെ ഇവിടെ എനിക്ക് തന്നിട്ട് നീ പോയാൽ മതി. അല്ല രാമൻ പറയാമോ? ഹല്ലേലൂയ. എടാ, നീ ചെറിയ ശുശ്രൂഷ ചെയ്തു, നിന്നെക്കാളും ശുശ്രൂഷ ചെയ്യുന്ന ഒരാളെ എനിക്ക് വേണ്ടി വാർത്തെടുത്തിട്ട് വന്നാൽ മതി. ബീനാഴ്ച ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, കർത്താവിന്റെ ദാസനെ പ്രാർത്ഥിച്ചാട്ടെ. ചിലരെ വാർത്തെടുക്കാൻ ഉടകമന റമനഘടക ജനം പ്രഭാഷിയ അതരഘടക ജന ഘടകസിയ ചിലരെ വാർത്തെടുക്കുക. ദൈവദാസിമാരെല്ലാം ഈ ദൂത് സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ കടം മാറുമെന്നേ, നമ്മുടെ തലമുറ UK പോകുമെന്നേ, നമ്മുടെ തലമുറ കാനഡയിൽ പോകുമെന്നേ, നമ്മുടെ തലമുറ US പോകുമെന്നേ. പക്ഷെ ചിലതൊക്കെ വാർത്തെടുക്കാൻ ദൈവം ഈ കാലഘട്ടത്തിനകത്ത് നിന്റെ ഭയങ്കര ഒരു അഭിഷേകം ദൈവം ചൊരിഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ നന്ദി പറഞ്ഞാൽ ഇന്ന് രാത്രിയിലെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങാൻ പോവാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാൻ പോവാ. ദൈവത്തെ ചിലരെ നോക്കി പ്രവചിക്കുന്നു, നിന്റെ തലമുറ തീയാകാൻ പോവാ. ഒരു പക്ഷേ നിന്റെ തലമുറയോത്ത് നീ ഒത്തിരി കരഞ്ഞ് നിനക്ക് ഭ്രാന്ത് പിടിച്ചവളാ. പക്ഷെ ഇന്ന് രാത്രി പറയുന്നു, നിന്റെ തലമുറ പട്ടണവാസിയാകുമെന്ന് പറഞ്ഞാൽ ഏറ്റെടുത്ത ഇന്ന് രാത്രി ആമേ പറഞ്ഞോണം. നിനക്കില്ലാത്തൊരു ശേഷിപ്പം നിന്റെ തലമുറയിൽ വരാൻ പോവാ. ഹല്ലേലൂയ പറഞ്ഞ സത്യയോടെ ആമേൻ. നീയും നിന്റെ മക്കളും സ്തോത്രം അകത്ത് കയറി ആമേൻ. ഹല്ലേലൂയ. വാതിലൊക്കെ അടച്ചിട്ട് പ്രാർത്ഥന ആരംഭിച്ചോണം. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മേളിന്ന് വരവ് തുടങ്ങും. മതി എന്ന് പറയുന്നവരെ സ്തോത്രം ഹല്ലേലൂയ
ദൈവം ചെയ്യും. ചിലര് മതി എന്ന് പറയത്തില്ല. ആകാശത്ത് മുമ്പ് ഇരുന്ന ചിലർ മതി എന്ന് പറയുമോ? പറയത്തില്ല. ചില വിളമ്പിക്കൊണ്ടിരിക്കും. പക്ഷെ എന്നാൽ നമ്മൾ മതി എന്ന് പറയുന്നവരെ എണ്ണയുടെ വരവ് നടന്നുകൊണ്ടിരിക്കും. മതി എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ആകും. വചനം വായിക്കുന്നു, നീയും നിന്റെ മക്കളും ചെന്ന് ഇത് വിറ്റ് ഹാലലുയ അഹോവൃത്തി കഴിക്കും, നിനക്കിനി പട്ടിണിയില്ല. ദൈവം തുറന്നതിനെ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. മീര ഉല്ലാസ്, ദൈവം തുറന്നിട്ടുണ്ടോ അടയ്ക്കാൻ ഒരുത്തനെയും ദൈവം അനുവദിക്കത്തില്ല. എത്ര പേർ നല്ലൊരു ആമേൻ പറയാൻ തയ്യാറുണ്ട്? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്ന, നിന്റെ വീടിനകത്ത് കലവറ തുറക്കാൻ പോവാ. ഉറാഷ്മാനിയ പുറത്ത് പ്രവാചകൻ ഏലിയാവ് വന്ന് നിൽക്കുക. ഏലിയാവ് വന്ന് നീപ്പോൾ ഒരു വിധവയായ ഒരു അമ്മാമ്മയും ഒരു കൊച്ചു കുഞ്ഞും മരിക്കാൻ വേണ്ടി 2 വിറകുമെടുത്ത് അല്പം അടയുണ്ടാക്കി ആമയെ തീർന്നു കളയാന്ന് വിചാരിച്ചുകൊണ്ട് അവസാനത്തെ അടയുണ്ടാക്കി അങ്ങ് തീരാമെന്ന് വിചാരിച്ച് പോയി നിൽക്കുമ്പോഴാണ് പറഞ്ഞത്, ആമേ സ്തോത്രം ഹല്ലേലൂയ, ആമേ ആ അടഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. ദൈവമേ, നമ്മളാണെങ്കിൽ കൊടുക്കത്തില്ല. ഉപദേശന്മാരെ പ്രാഗി ആകപ്പാട് ഇങ്ങർക്ക് വരാൻ കണ്ട സമയം എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത പരിപാടി പറഞ്ഞ് ഇല്ലാത്ത സമയത്ത് ഈ ഉപദേശന്മാരെ ഏറി വരത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇല്ലാത്ത ഉപദേശന്മാരെ അതും ഇതൊക്കെ പറയും. പക്ഷെ ആ ഉപദേശം കണ്ടപ്പോൾ ആന്റി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് കഴിച്ചോളാൻ പറഞ്ഞു. ഇത് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇച്ചിരി വെള്ളം കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. അതൊന്നും തീർന്നു. ആമേൻ. പിന്നെ ആമേ പുറത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അകത്ത് കയറി നോക്കിയപ്പോഴേ ആമേൻ ഒരു ഉറവ അവിടെ തുറന്നിരിക്കുന്നു. നിന്റെ കലത്തിലെ മാവ്, ഭരണിലെ എണ്ണ, കുറയത്തില്ല കുഞ്ഞ്. അഭിഷക്തന്മാരെ കൊടുത്ത കരമാണോ? എനിക്ക് നല്ല ഒത്തിരി പേരെ എനിക്കറിയാം. ഞാൻ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നവരാ. സൂമിനകത്ത് വന്നവരൊക്കെ പ്രാർത്ഥിച്ചു. എനിക്ക് ഒത്തിരി പേരെ നല്ല പരിചയമുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ആമേ കടമെടുത്ത് പ്രാർത്ഥന നടത്തിയവരുണ്ട്. കടമെടുത്ത് ദൈവദാസുമാർക്ക് കൊടുത്തവരുണ്ട്. ആമേ ഞാൻ കടത്തിപ്പെട്ടാലും വിഷയമില്ല, ആ അഭിഷക്തന്റെ മുഖത്തെ എനിക്ക് ആദരിക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ദൈവ കുഞ്ഞ്, നിന്റെ സന്തതി പട്ടുപോകാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല കേട്ടോ. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറുണ്ട്? ഇന്ന് രാത്രി പരിശുദ്ധ പറയുന്നു, നിനക്കൊരു ശേഷിപ്പ് തരാൻ ദൈവത്തിന് രാത്രി പദ്ധതിയുണ്ട്. അടുത്തൊരു പദം നാം വായിച്ചത് എന്താണ്? 2ാമത്തെ ഭാഗം നാം വായിച്ചത് എന്താണ്? യോഹന്നാന്റെ സുവിശേഷമാണല്ലോ നാം വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിച്ചത്. സ്തോത്രം, ശേഷിപ്പ്. അവിടെ ഒരു ശേഷിപ്പിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നല്ല കാര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. നല്ല കാര്യം, നല്ല പ്രസംഗമൊക്കെയാണ്, നല്ല കാര്യം. സ്തോത്രം ഹല്ലേലൂയ. പക്ഷേ എന്റെ പ്രസംഗ വിഷയത്തിന്റെ വേറെ ഒരു മറുസൈഡ് മറഞ്ഞു കിടപ്പുണ്ട്. ഈ 5 അപ്പവും 2 മീനും ഈ പയ്യൻ അന്ത്രയോസിന്റെ കൊടുത്തിട്ട് ഇത് കർത്താവിന്റെ കരത്തിൽ ചെന്നു. ഇപ്പോഴത്തെ പിള്ളേരാണ് കൊടുക്കത്തില്ല, അമ്മ തന്ന കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ വിട്ടേന്ന് പറയും. പക്ഷെ അന്നത്തെ അമ്മ പറഞ്ഞു, മോനെ ആര് ചോദിച്ചാലും കൊടുത്തോണം. നല്ലൊരു അമ്മമാരെല്ലാം സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. കൊടുക്കാൻ പഠിപ്പിച്ച തലമുറ ആ കൊടുത്തനുഗ്രഹം പ്രാപിക്കുന്ന ഒരു കാലഘട്ടമായത് കേട്ടോ. ഹല്ലേലൂയ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അമ്മമാരെ എല്ലാം മൊത്തം സ്തോത്രം ചെയ്യുന്നു. അഭിഷക്തന്മാരെ മാനിക്കാൻ വേണ്ടി രംഗത്ത് വന്ന അമ്മമാരെ എല്ലാം ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുക. വചനം വായിക്കുന്നത് സ്തോത്രം ഹല്ലേലൂയ, ശേഷിപ്പ് കൊണ്ട്. എത്ര കൊട്ട മീതി വന്നെന്ന? എത്ര കൊട്ട വായിച്ചിട്ടുണ്ട് അവിടെ? 12 കൊട്ട. എനിക്ക് തോന്നുന്നത് 12 ശിഷ്യന്മാർക്ക് ഓരോ കൊട്ട കൊടുത്തു കാണാൻ കർത്താവ്. സ്തോത്രം പറയാമോ? ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഓരോ കൊട്ട കിട്ടും. നല്ലോണം ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ ആമേൻ പറഞ്ഞേ പറ്റുവാന്. സ്തോത്രം. 12 കൊട്ട, 12 ശിഷ്യന്മാരുണ്ട്, ഓരോ കൊട്ട. നമുക്ക് ഈ കൊട്ടയെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചോറ് കോരുന്ന കൊട്ടയും പണ്ട് മണ്ണ് വാരിയ കൊട്ടയൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നത്. ട്രെയിൻ വലുതായിക്കോ, സ്വപ്നം വലുതായിക്കോ, നിന്റെ ആ 2 തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റിയത് ദൈവം നിനക്ക് തരുമെന്ന് പറഞ്ഞു സ്തോത്രം പറ. ഇന്ന് രാത്രി നിന്റെ കഷ്ടത നിന്റെ തലമുറ അനുഭവിക്കരുത്. ഞാൻ അനുഭവിച്ച വേദന എന്റെ കുഞ്ഞ് അനുഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവർക്കായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുകയാ. ആമേൻ. 12 ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. പ്രാർത്ഥന ആരംഭിച്ചു. 5000 പുരുഷന്മാരുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന്മാർക്കെല്ലാം വിശന്നു. സ്തോത്രം. കർത്താവ് പറഞ്ഞു ഇമാരെ പന്തി ഇരുത്താൻ പറഞ്ഞു. അങ്ങനെ ഒരു പദം വായിക്കുന്നത് കാണുന്നുണ്ട്. ഇവിടെ ഒരു ബാലകനുണ്ട്. ഇവിടെ ഒരു ബാലകനുണ്ട്. അവൻ 5 അപ്പം, അവന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും. ആ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡിനാ സ്തോത്രം. 7ാമത്തെ രാത്രിയിലും കൃപ പ്രാപിച്ച സ്തോത്രം പറഞ്ഞാണ് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. 5 അപ്പവും 2 മീനും. എന്റെ ചിന്ത പറഞ്ഞാൽ അന്ന് പാത്രം ഇല്ലാത്ത കാലഘട്ടമാണ്.
ഹല്ലേലൂയ. നല്ല ഇലയൊക്കെ വെട്ടി വാട്ടി അതിനകത്ത് 5 അപ്പം അടുക്കി വെച്ച് രണ്ട് മീനും ഒക്കെ അടുക്കി വെച്ച് അത് പൊതിഞ്ഞ് കുഞ്ഞിന്റെ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഉച്ചയാകുമ്പോൾ നിനക്ക് വിശക്കും, നീ കഴിച്ചോണം. പക്ഷേ ഒരു കാര്യം കൂടെ ആ അമ്മ പറഞ്ഞു കൊടുത്തെന്ന് എന്റെ ഒരു വിശ്വാസം, ആരെങ്കിലും കുഞ്ഞെ ആഹാരമില്ലാതെ വന്നാൽ അവർക്കൂടെ കൊടുക്കാൻ ഞാൻ മടിക്കല്ലെന്ന് പറഞ്ഞു. പക്ഷെ അവൻ ചിന്തിച്ചു കാണോ, ഞാൻ പട്ടിണി കിടന്നാൽ ഇവിടെ ചിലർ പുറത്തു വരണമെന്ന് ആ മകൻ തീരുമാനിച്ചു. ഞാൻ ആത്മാവിൽ പറയുന്നു, നല്ല അമ്മയ്ക്ക് നല്ല സന്തതിയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം എന്നോട് ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നല്ല അമ്മയ്ക്ക് നല്ല സന്തതിയുണ്ടെന്ന് നീ പറയാത്ത കാര്യങ്ങൾ നിന്റെ തലമുറ ചെയ്യാൻ പോവാ. നീ നനയ്ക്കാത്ത കാര്യങ്ങൾ നിന്റെ തലമുറ ചെയ്യാൻ പോവാ. കാര്യം നിന്റെ തലമുറ നിനക്കൊരു അനുഗ്രഹമാ, രാജ്യങ്ങൾക്കൊരു അനുഗ്രഹമാ. ഈ രാത്രി ദൈവാത്മാവ് ആരോട് ഇടപെടുന്നു? നീ അധ്വാനിച്ചത്, നീ പ്രാർത്ഥിച്ചത്, നീ ഉപവസിച്ചത് വൃഥാവല്ല കുഞ്ഞെ. നിന്റെ തലമുറ 5000ങ്ങൾക്ക് പ്രയോജനമാകാം. യേശു കർത്താവിന്റെ പാദപീഠത്തിൽ പ്രയോജനമാകാം. നിന്റെ തലമുറയെ ദൈവം ഉപയോഗിക്കും. അത് വിശ്വസിക്കുന്ന കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ആ കുഞ്ഞ് കൊണ്ടുവന്ന് 5 അപ്പം 2 മീനും കൊണ്ട് കൊടുത്തു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളാണ് മാറിയിരുന്ന് എവിടെയെങ്കിലും പോയിരുന്ന് കഴിച്ചിട്ട് സ്തോത്രം ഹല്ലേലൂയ അമ്മ തന്ന ആർക്കും കൊടുക്കില്ലെന്ന് പറഞ്ഞ് ചില അമ്മമാർ അങ്ങനെ പറയുന്നവരും ഉണ്ട്. ഒറ്റ ഉണ്ടെന്ന് കൊടുത്തേക്കില്ലെന്ന്. ജനിച്ച നാൾ മുതൽ നമ്മൾ കേൾക്കുന്ന 2-3 പദമുണ്ട്. അരുത്, 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 അരുത്. അവിടെ പോകരുത്, ഉപ്പാപ്പന്റെ വീട്ടിൽ പോകരുത്, കൊച്ചമ്മയെ നോക്കരുത്, അവിടെ പോകരുത്, ഇവിടെ അരുത്, അരുത് പഠിപ്പിച്ച് അതിന് ഓപ്പോസിറ്റ് പഠിപ്പിച്ച് നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും കേട്ടോ. ആ സൂമിൽ കയറരുത്, ആര് പറഞ്ഞു കയറില്ലെന്ന്? സ്വത്രം ഹല്ലേലൂയ. അവിടെ സ്വത്രം അങ്ങനെ പോകരുത്, ആര് പറഞ്ഞു അരുത്? അരുത് വിട്. ദൈവം നിന്റെ ജീവിതത്തിൽ ശ്രേഷ്ഠമായതിനെ തരും. ഞാൻ ആത്മാവിൽ എപ്പോ പറഞ്ഞാലും ഈ മീറ്റിങ്ങിനോട് ദൈവാത്മാവിൽ കൂറ് പുലർത്തുകയാണ്. ദൈവാത്മാവ് ഇതിനകത്ത് കൃപയുള്ളവരെ എഴുന്നേൽപ്പിക്കാൻ പോവാം. ഒരാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എനിക്ക് വലിയ ഇഷ്ടമാണ് കൃപയുള്ളവരെ. ഞാൻ മിക്കവാറും ഇന്നും സന്ധ്യയ്ക്ക് ഞാൻ ഒരാളെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചിട്ടാണ് സ്തോത്രം ഇതിനകത്തോട്ട് കയറിയത്. ഹല്ലേലൂയ. ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചല്ല, എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചതാ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഈ പ്രാർത്ഥന അന്യോന്യം ഭയങ്കര ബലമാണേ. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ചിലരൊക്കെ എന്നോട് പിണങ്ങിയിരിക്കുക. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി നാളെ ഇതുവരെ ഞാൻ വിളിച്ചില്ല. ചില പിണങ്ങിയിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് പിണക്കൊക്കെ മാറിക്കുന്നു. ഇച്ചിരി തിരക്കുകൊണ്ടാ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ നിങ്ങളെ നോക്കി ശക്തമായി പറയുകയാ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു ശേഷിപ്പെടും. ഇനി ഒരു ശേഷിപ്പുണ്ടാകാൻ പോവാ. ഒരു ശേഷിപ്പുണ്ടാകാൻ പോവാ. ഹല്ലേലൂയ. എന്നോട് കർത്താവ് രാത്രി പറയുന്നു, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ശേഷിപ്പുണ്ടാകും. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഏത് വിഷയത്തിനകത്താണ് ഒരു ആത്മനിയോഗത്തിനകത്ത് കയറി പാദം വെക്കാൻ ദൈവാത്മ നിയോഗിക്കുന്നത് അത് വെച്ചോണം. അത്ഭുതം നടക്കുന്ന ആത്മാവ് ദൂത് പറയുന്നു. അത്ഭുതം നടക്കാം. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവത്തിന്റെ വിടുതൽ നടക്കും. ആമേൻ. ഞാൻ ഈ 21 ദിവസത്തെ പ്രാർത്ഥനയെ പറ്റി പഠിച്ചു. ഞാൻ കഴിഞ്ഞിടെ എല്ലാം പ്രസംഗിച്ചു. ദാനിയേൽ 21 ദിവസം ഉപവസിച്ചെന്ന് ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചപ്പോഴേ എനിക്ക് കാണാൻ സാധിച്ചത് ദാനിയേല് 3 ആഴ്ച വട്ടം ദുഃഖിച്ച് നടന്ന. സ്തോത്രം പറയാമോ? പിന്നെ രണ്ടാമത്തെ കാര്യം, അവൻ ശാഖപദാർത്ഥങ്ങൾ കഴിച്ചെന്ന. പണ്ടൊരു ആന്റി പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. അരിയാകാരം ഒഴിച്ച ബാക്കി എല്ലാം കഴിക്കാൻ. പക്ഷെ അതാ നല്ല ഉപവാസമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഉപവാസമാണ്. നല്ല രാമൻ പറയാമോ? ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു മീറ്റിങ്ങിന് പോയപ്പോ ഒരു ആന്റി എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛനും ആന്റിയും നല്ല ഉപവസിക്കുക. അവർ 40 ദിവസം ഉപവസിക്കുക. അവർ ഒരു നേരം കഴിച്ചോണ്ട് ഉപവസിക്കുന്നത്. നല്ല കാര്യം. ഒരു നേരം. അത് ഏത് നേരമാണെന്ന് ചിന്തിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു നേരം കഴിച്ചോണ്ട് ഉപവസിക്കുന്നേ. സ്തോത്രം. ഞാൻ ഏത് നേരമാ? ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോ. പിന്നെ എന്നാ അങ്ങനെയാണ് സത്യത്തിൽ ഇറങ്ങുന്ന. ഞാൻ എന്നും ഉപവാസമാണ്. രക്തത്താൽ ജയമെടുക്കുക. അവൻ ഉച്ചയ്ക്ക് കഴിക്കും, രാവിലെയും കഴിക്കത്തില്ല, വൈകിട്ടും കഴിക്കത്തില്ല. ഇനി രാത്രി അച്ഛൻ കാണാതെ അമ്മമ്മ കാണാതെ അടുക്കള കയറുന്നുണ്ടോന്ന് അറിയത്തില്ല. ഏതായാലും ഉച്ചയ്ക്ക് കഴിക്കുന്നു. 40. ഞാൻ പറഞ്ഞു നിങ്ങൾ 40 അല്ല 80 പിടിച്ചോളാൻ പറഞ്ഞു. കാര്യം ചോദിച്ചാൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നു പറഞ്ഞു. ഈ ഉപവാസം മുന്നോട്ട് പോകും. സ്തോത്രം. ഒരു നേരം അത് പറയുന്നത് പോലെ എന്താണെന്ന് അറിയാൻ പറ്റാത്തവരുണ്ടാവും. ഒരാമയും പറയാമോ? ഇതിനകത്ത് വരുന്ന ഭൂരിപക്ഷം വരെ ഉപവാസം അല്ലെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. എങ്കിലും ഉപവസിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ദൂതാണ്, നിങ്ങൾ വർജിച്ചിരുന്നതിന്റെ വിടുതൽ നിങ്ങൾ പ്രാപിച്ചെടുക്കും. ഞാൻ ആത്മാവിൽ പറയുന്നു, ഉപവസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, ദൈവത്തോട് 1 മണിക്കൂർ കർത്താവിന്റെ പാദപീഠത്തെ വീഴാമെങ്കിൽ നിന്റെ ജീവിതത്തിൽ അസാധാരണമായ മിറക്കം നടക്കുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുക. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ദൈവസ്ഥലത്ത് നിന്ന് ഇരിക്കാൻ നീ തയ്യാറായ. നിന്റെ തലമുറയെ ദൈവമാക്കി. ജിബി മാറ്റി മോളെ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, നീ ദൈവത്തിന്റെ പാദപീഠത്തെ വീഴാൻ തയ്യാറായ. നിന്നെ കർത്താവ് ഉപയോഗിക്കുമെന്ന് കർത്താവ് രാത്രി ഇടപെടുന്നത്. യേശുവിന്റെ നാമത്തിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുക. ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പാത്രമെന്ന് കർത്താവിന്റെ ആത്മാവ് രാത്രി ഇടപെടും. നീ ദൂഢന്യ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. മകളെ പരിശുദ്ധാത്മ പറയുന്നു, ഒരു സഹോദരി, ഒരു സുറഫനിക്കപ്പെട്ട യവന സ്ത്രീ, അവൾ നെടുമാണ് വീണത്. അവിടെ മകൾ
അപകട വിഷയത്തിന് വേണ്ടിയാ വീണത്. നെടുമ്പാട് വീണോ ചില വിഷയത്തെ ദൈവം തൊടാൻ പോവാ. നെടുമ്പാട് വീണോ വിഷയത്തെ ദൈവം തൊടാൻ പോവാ യേശുവിന്റെ നാമത്തിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ നിന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ വൈഫിന് ജോലിയില്ലാത്തൊരു സമയം, ലീവ് ഉള്ള സമയം, ഞാൻ ഇങ്ങനെ പറഞ്ഞു നമുക്ക് കുറച്ച് സമയം ദൈവ സാന്നിധ്യത്തിന് മേൽ ഇരിക്കാന്ന് പറഞ്ഞു. ഞാൻ ഒരു ദിവസം കംപ്ലീറ്റും, സ്തോത്രം ഹല്ലേലൂയ, ഞങ്ങളുടെ റൂമിൽ ഞാനും എൻ്റെ മോനും എൻ്റെ വൈഫും കൂടെ സ്തോത്രം ദൈവസ്ഥാനം എല്ലാം മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട്, സ്തോത്രം ഇടയ്ക്ക് വരുന്ന കോളൊന്നും എടുക്കാതെ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, സ്തോത്രം എല്ലാ ഡോറും ക്ലോസ് ചെയ്തിട്ട് ദൈവസ്ഥാനത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ ശബ്ദിക്കുന്നില്ല, സ്തോത്രം പറയുന്നില്ല, ഗ്ലോറി പറയുന്നില്ല. അന്തരാത്മാവ് ചലിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് എൻ്റെ ഇളയവനെ പരിശുദ്ധാത്മാവ് എടുത്ത മുറിക്കകത്ത് നിറിയ. ഞങ്ങൾ തൊട്ടില്ല, എൻ്റെ ഭാര്യ തൊട്ടില്ല, ഞാനും തൊട്ടില്ല. പക്ഷെ എനിക്ക് ആ ഫീൽ അന്ന് അടിച്ചതാ കേട്ടോ. രാമേൻ പറയാമോ? ആമേൻ. ദൈവ സാന്നിധ്യത്തിന് അടിവിലൂത്ത് കേറാമോ? ഇന്ന് രാത്രി ദൈവം നിന്നെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ആത്തോൾ പറയുന്ന മനുഷ്യ ശബ്ദം വിട്, ദൈവ ശബ്ദം. ആൻസി ജോയ്, ദൈവ ശബ്ദം വിട്. ഒരു ശേഷിപ്പുണ്ടാകാൻ പോവാ. കുഞ്ഞുങ്ങളെ ഓർത്ത് പേടിക്കണം, അവരൊക്കെ ഓക്കെ ആകാൻ പോവാ. ഈ കരഞ്ഞതൊക്കെ എങ്ങോട്ട് പോയി എന്ന് ചോദിക്കരുത്. അത് തമ്പുരാന്റെ തുരുത്തിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാ. കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒറ്റ ലാഭമേ ഉള്ളൂ, സ്വർഗത്തിലെ ലാഭം. അതുകൊണ്ട് ആൻസിജയെ പ്രാർത്ഥിച്ചോ, കർത്താവ് അത്ഭുതം ചെയ്യും കേട്ടോ. കർത്താവ് അത്ഭുതം ചെയ്യും. രക്തം ജയമെടുക്കുന്നു. ഹല്ലേലൂയ. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചോ, നിങ്ങൾക്കൊരു ശേഷിപ്പ് ഉണ്ടാകാൻ പോവാ. കുഞ്ഞിന്റെ കയ്യില് ഒന്നുമില്ലല്ലെന്ന് ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്തു വിട്ടതിനകത്തും ആയിരങ്ങൾ രക്ഷപ്പെടാൻ പോകട്ടോ. ഇന്ന് രാത്രി ചിലരെ നോക്കി കർത്താവിന്റെ ആത്മാ പറയുന്നു, നിന്റെ തലമുറ അനുഗ്രഹിച്ച്. ജയശ്രീ പുനലൂർ പ്രാർത്ഥിച്ചു, കർത്താവ് ഇന്ന് രാത്രിയിൽ തൊടാൻ പോകുക കേട്ടോ. നിങ്ങളുടെ അരിഷ്ടതകളെ ദൈവം എടുത്തു മാറ്റി കർത്താവിന്റെ പദ്ധതി ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകും യേശുവിന്റെ നാമത്തിൽ. ഓമന ആലീസ് പ്രാർത്ഥിച്ചാട്ടെ. ദൈവം നിങ്ങളെ തൊടുന്ന രാത്രിയാ, ദൈവം നിങ്ങളെ സ്പർശിക്കുന്ന രാത്രിയാ. പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങളുടെ മേൽ ഇറങ്ങാൻ പോകും. ഒരു ശേഷിപ്പ്. എല്ലാവരും പറഞ്ഞാട്ടെ, എനിക്കൊരു ശേഷിപ്പ് ആവശ്യമാണ്. എനിക്കൊരു ശേഷിപ്പ് ആവശ്യമാണ്. ഞാനും എൻ്റെ മക്കളും അകത്ത് കയറാൻ പോവാ. പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ നിങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. ആരും നമ്മൾ അവഗണിക്കരുത്. ഞാൻ കേട്ടോ ബീന ആന്റി, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദിവസം മാത്രം ഉപവസിച്ചു, ഒറ്റ ദിവസം. സ്തോത്രം. ഒരു ദിവസം ഞങ്ങൾ ഫാമിലി ആയിട്ട്, കുടുംബമായിട്ട്, വേറെ ആരും വിളിച്ചില്ല. ഞാനും മോനും, മൂത്ത മോൻ അവിടെ ഇല്ലാത്ത ഇളയ മോനും ഞങ്ങൾ ഫാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കർത്താവിനോട് പറഞ്ഞത്, എന്നെ കേൾപ്പിച്ച ശബ്ദം ഞാൻ പറയാം. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്വോത്രം പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ സ്വോത്രം പറയണ്ട. എന്നോട് കർത്താവ് പറഞ്ഞു, മോനെ, ആരെ ഞാന് ചെറിയ പരിപാടിക്ക് വിളിച്ചതല്ല. കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ച ആരെന്നറിയാമോ? വിധവകളെ, അനാഥരെ. നല്ല രാമേൻ പറയാമോ? ഹല്ലേലൂയ. വിധവരെ ഭയങ്കരമായിട്ട് കർത്താവ്. നമുക്ക് വിധവ സ്ത്രീകളെ നമുക്ക് ഇഷ്ടമല്ല, നമ്മൾ വീട്ടിൽ കയറ്റത്തില്ല. അവർ ശരിയല്ലെന്നാ പറയുന്നത്. അവർ നോക്കിയാൽ കുഴപ്പം, തൊട്ടാൽ കുഴപ്പം, ആകെപ്പാടെ പ്രശ്നമാണ്. പക്ഷെ കർത്താവിന് ഇഷ്ടം അവരെയാ. രാമൻ പറയുന്ന ശക്തിയോടെ, അനാഥർ എല്ലാവരും ഉണ്ട്, പക്ഷെ ആരുമില്ലാത്ത അവസ്ഥ. അനാഥത്വം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തോ, തമ്പുരാന്റെ ഒരു ഭയങ്കര സാന്നിധ്യത്തിനകത്താണ് ഇരിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു അംഗവൈകല്യമുള്ളൊരു കുഞ്ഞ്, സംസാരിക്കത്തില്ല കുഞ്ഞ്, അതിന്റെ കൈകാലുകളൊക്കെ മുരണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ്. പക്ഷെ അത് സംസാരിക്കും, പക്ഷെ ശരീരം ആകെപ്പാടെ ഡള്ളായി നിൽക്കുന്നൊരു കുഞ്ഞ്. ആ കുഞ്ഞിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ കുഞ്ഞ് എന്നോട് പറഞ്ഞു, അങ്കളെ, ഞാൻ യേശുപ്പച്ചനെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഓക്കെ മോനെ. 7 വയസ്സ് പ്രായമുള്ളൂ. അങ്കളെ, ഞാൻ യേശുപ്പച്ചനെ കാണുന്നുണ്ട്. എനിക്ക് പോലും അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ യേശുപ്പച്ചനെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ എങ്ങനെയാ കാണുന്നേ? ഞാൻ കണ്ടു. യേശുപ്പച്ചൻ പറഞ്ഞു, സ്തോത്രം, നീ ഈ വർഷം നിക്കണ്ട, നീ പോരാൻ പറയുക. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവരെ വിളിച്ചപ്പോൾ അവര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് കൊടുത്തു, എന്റെ കുഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. എനിക്ക് സങ്കടം കൊണ്ടിരിക്കാൻ പറ്റിയില്ല. എന്നോട് അവസാനമാനം പറഞ്ഞതാ, യേശുപ്പച്ചൻ എന്നെ വിളിക്കുന്നത് ഞാൻ പോവാന്ന്. പക്ഷെ ഞാൻ ചിന്തിക്കുക, അംഗഹീനമുള്ള കുഞ്ഞാണ്. പക്ഷെ എനിക്ക് തോന്നി എന്നെക്കാളും യേശുവിന്റെ മുമ്പിൽ 1ാം സ്ഥാനം അവനാണെന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മൾ തഴഞ്ഞ പലര് കർത്താവിന്റെ മുമ്പിൽ ഭയങ്കര ഡീസന്റ് കേട്ടോ. ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? നമ്മൾ മാറ്റി നിർത്തിയവരെ കർത്താവ് ഉപയോഗിക്കാൻ പോവാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആരെങ്കിലും നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ മുമ്പിൽ അംബാസഡർ ആകാൻ പോകുക. ഉടമന റഗനഗസിയ, കുടുംബക്കാരുടെ മുമ്പിൽ അവഗണിക്കപ്പെട്ടു, ദേശക്കാരുടെ മുമ്പിൽ അവഗണിക്കപ്പെട്ടു. പക്ഷെ ഇന്ന് രാത്രി ദൈവരാജ്യത്തിന് നിങ്ങൾ 1-ാമന 21-ന്റെ 7-ാം രാത്രിയിൽ പരിശുദ്ധാത്മ പറയുന്നു, ദൈവത്തിന് ഹിതമുള്ളവരെ എന്റെ കർത്താവ് ഈ ദിവസങ്ങളിൽ കൂട്ടിച്ചേർക്കുന്ന നാളുകളാണ്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്താൽ
പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ നോക്കി ശക്തമായി പറയുന്നു, ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബ്ലെസ്സിങ്. ഞാൻ ആത്മാവിൽ പറയുന്ന അതിന്റെ 21 ദിവസം കഴിയുമ്പോൾ ഒരു ശേഷിപ്പം കൊണ്ട് ഈ ജനം ഇവിടെ നിറങ്ങത്തുള്ളൂ. ആമേൻ. കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞില്ലേ, ഈ ജനം പട്ടിണിക്ക് പോകാൻ പാടില്ല. ഇവര് പട്ടിണിക്ക് പോയാൽ ഇവിടെ വഴിതലയ്ക്ക് തളർന്നു പോകും. ബീന രാജു ആന്റി പ്രാർത്ഥിച്ചാട്ടെ, കർത്താവ് ഈ രാത്രി നിങ്ങളെ തൊടുകയാണ്, പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ഡെയ്സി മാത്യു ആന്റി എന്ന് പ്രാർത്ഥിച്ചാട്ടെ, കർത്താവിന്റെ ദാസിയെ ഈ രാത്രി പരിശുദ്ധാത്മ തൊടുകയാണ്. കാണാൻ ആരുമില്ല, നോക്കാൻ ആരുമില്ല, ശ്രദ്ധിക്കാൻ ആരുമില്ല, പക്ഷെ കർത്താവിന്റെ മുമ്പിൽ നിങ്ങൾ നമ്പർ 1 ആണ് ദൂത് പറയുകയാണ്. റിമാന ഹഡകൽക്കന ഗ്രേസ് ഫ്രാൻസിസ് പ്രാർത്ഥിച്ചാട്ടെ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഒടിച്ചിടുവാൻ, തകർത്തിട, എറിഞ്ഞു വീഴ്ത്തി കളയാ. ദുഷ്ടൻ അഘോരത്വം വലിയ കല്ലെടുത്തെറിഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഴത്തില്ല. ഞാൻ ആത്മാവിൽ പറയുന്നു, വീഴുന്നെടുത്ത് താങ്ങുന്നൊരു ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിങ്ങളുടെ തലമേൽ ഇന്ന് രാത്രി വെളിപ്പെടുകയാ. ഒരു അസാധാരണ പ്രൊഫറ്റിക്കൽ ലീഡറായി ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവാ. അഭിഷേകമുള്ള ചില പ്രവാചികമാരെ നിങ്ങളോടൊപ്പം നിർത്താൻ പോവാ. ഞാൻ ആത്മാവ് ദൂത് പറയുകയാ. നിങ്ങളുടെ കർത്താവ് ശക്തമായി രാത്രിയിൽ അങ്ങനെ ദാസിയെ നോക്കി ആത്മാവിൽ പറയുന്നു, നാമെ ശുശ്രൂഷയുള്ള ചിലരെ നിങ്ങൾ കൂടെ പിടിച്ചിട്ട് നിങ്ങളുമായിട്ട് ഭയങ്കര ടീം വർക്ക് തുടങ്ങുമെന്ന് ആത്മാവ് ദൂത് പറയുകയാ. നിങ്ങൾ ചില ദൈവത്തിന്റെ പദ്ധതി ആരംഭിക്കുന്നു. ദൈവം തുടങ്ങിയ പദ്ധതി അത് നിങ്ങളിൽ കൂടെ ആരംഭിക്കുന്ന ആത്മാവ് ദൂത് പറയുന്നു. എത്ര പേര് അത്ര വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ വേലയ്ക്കകത്ത് നിൽക്കാൻ തയ്യാറുള്ള അമേ ചിലരെ നിങ്ങൾ ചേർത്ത് പണിയാൻ പോവാ. ഉടകന രകന ഘടകസിയ എറിഞ്ഞു വീഴ്ത്തിയവരെ നടുവിൽ നിങ്ങൾ പണിയപ്പെടുമെന്ന പരിശുദ്ധാത്മാവിന്റെ രാത്രി ആലോചന പകിടുന്നേ. ദൈവാത്മ പറയുന്നു, ചിലതിനെ പൊളിക്കാനും ചിലതിനെ പണിയുവാനും ചിലതിനെ നിർമൂലമാക്കുവാനും ദൈവം നിങ്ങൾ അഭിഷേകം ചെയ്തിരിക്കുക. ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിനോട് ദൈവാത്മാവ് ദൂത് പറയുന്നു. ആത്മാവ് ഇങ്ങനെ ഒരു വെളിപ്പാട് കർത്താവിന്റെ ദാസി, കർത്താവിന്റെ മകളെ ദൈവാത്മ ശക്തമായ ആലോചന അറിയിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. 21 ദിവസം പ്രാർത്ഥന വെച്ചപ്പോ തന്നെ പലയിടത്തുനിന്നും സംസാരങ്ങൾ ഉയരുന്നുണ്ട്. നമ്മളെ അറിഞ്ഞവരും നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരും നമ്മൾ ആരാണെന്ന് അറിയാവുന്നവരും ഇതെന്തിനാണ് എന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ ഇതെന്തിനാണെന്ന് കർത്താവ് വെളിപ്പെടുത്താൻ പോവാം. ഒരർത്ഥം ഞാൻ പറയാം, ഒരു ദൂത് ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. ആരാടാ ഈ യഹോവ എന്ന് ഒരിക്കൽ പറവൻ ചോദിച്ചില്ലേ? ആരാടാ ഈ യഹോവ എന്ന് ചെങ്കടനകത്തിറങ്ങിയപ്പോൾ അവന് മനസ്സിലായത് ഇവനാണ് യഹോവ. ഹല്ലേലൂയ. കർത്താവിന്റെ മകളെ ദൈവാത്മ പറയുന്നു, 16ാമത്തെ ദിവസം എന്നെ ആത്മാവ് കാണിക്കുന്നു. 16ാമത്തെ ദിവസം ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിനകത്ത് അസാധാരണമായ ഡെലിവറൻസോടെ കടന്നു വരുന്ന അഭിഷക്തനോട് ഇന്നേ പ്രാർത്ഥിച്ചു. എന്തോ വലിയ ചേഞ്ചസിനകത്ത് നടക്കാൻ പോവാം, എന്തൊരു മഹത്വത്തിനകത്ത് നടക്കാൻ പോവാം. ഹല്ലേലൂയ. ഭയങ്കരമായ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ പകർച്ചതിനകത്ത് നടക്കുക കേട്ടോ. ചില പുതപ്പ് ചിലരമേൽ വീഴുന്ന രാത്രി ആ ദിവസം കേട്ടോ. ആ പകലും രാത്രിയും വരുന്നവരെ ഒന്ന് റൗണ്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. അസാധാരണ തീ കഷണമാക്കുന്ന അതിനിപ്പുറത്ത് വരുന്നൊരു അപ്പുറത്ത് വരുന്നൊരു തീ അല്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്തോ ആ ദിവസത്തെ റൗണ്ട് ചെയ്യാൻ ദൈവാത്മ ദൂത് പറയുന്നു. എന്നോട് ഞാൻ ആത്മാവിൽ പറയുന്നു, മുട്ടയുടെ പുറന്തോട് പൊട്ടിയാൽ അകത്ത് കിടക്കുന്ന തലമുറ പുറത്തു വരും. ശുശ്രൂഷയുടെ ബന്ധത്തെ പറയട്ടെ, നിന്റെ ശുശ്രൂഷ വെളിപ്പെടാതെ പുറന്തോട് പോലെ ആവരണം ചെയ്ത ചിലതിനെ പൊട്ടും. ഈ ദിവസങ്ങൾ അടിക്കുന്ന ചൂടിന്റെ ശക്തി കൊണ്ട് പൊട്ടാത്ത പുറന്തോട് പൊട്ടും, നടക്കാത്ത മിനിസ്ട്രി അകത്ത് നടക്കും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ദൈവനാമത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇത് ദൈവനാമ മഹത്വപ്പെടുന്ന ആരാധനയാകട്ടെ, ദൈവത്തിന്റെ മഹത്വം നിറങ്ങട്ടെ. തകർന്നിരിക്കുന്ന ജനം ഒന്ന് സന്തോഷം പ്രാപിക്കുന്ന രാത്രിയാകട്ടെ. ഞാൻ എപ്പോഴും പറയുന്നു, സോമിനാഥും എവിടെ വന്നാലും ആരും നിരാശപ്പെട്ട് വരരുത്, ആരും പ്രയാസപ്പെട്ട് വരരുത്. ഒരുപക്ഷെ കരഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, വചനം കേൾക്കുമ്പോൾ കരയുന്നുണ്ടാകാം, പക്ഷെ നിങ്ങളുടെ അന്തരാത്മാവ് ചലിക്കുന്നു എന്നെങ്കിൽ പറയണം, അകത്തൊരു സന്തോഷം വ്യാപരിക്കട്ടെ. നിങ്ങൾ ഹാപ്പി ആകാൻ പോകുക, നിങ്ങളുടെ ഡിപ്രഷൻ പൊട്ടാൻ പോകുക, നിങ്ങളുടെ വ്യസനങ്ങൾ പൊട്ടാൻ പോവുക, നിങ്ങളുടെ അനർത്ഥങ്ങൾ പൊട്ടാൻ പോവുക. ഞാൻ ശരിയാകത്തില്ലെന്ന് പറയുന്ന പറച്ചിലുണ്ടല്ലോ, അത് ഇന്ന് രാത്രി അഴിഞ്ഞു മാറിയിട്ട് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങും. വിശ്വസിക്കുന്നവർ കർത്താവിന് ഇന്ന് സ്തോത്രം ചെയ്യാമോ? യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയമെടുക്കുകയാ. പരിശുദ്ധാത്മാവിന്റെ രാത്രിയിൽ ചിലരെ ജോളി എന്ന് പറയുന്ന ആന്റി ഒന്ന് പ്രാർത്ഥിച്ചു. ജോളി എന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ആ ദേവദാസെ തൊടുകയാണ്.
പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ അന്തരാത്മാവിനകത്ത് ഭയങ്കര ചലനങ്ങൾ നടക്കാൻ പോകും. ആമേൻ. ഹാലൽ നിങ്ങൾ ഒതുക്കി കിട്ടുന്ന ചങ്ങലയ്ക്കകത്തിടുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളും തകർന്ന് ദൈവത്തിന്റെ പദ്ധതി നിങ്ങളിൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. എല്ലാവരും ഈ രാത്രി ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിനെ തൊടാൻ പോവാം. ഇതിനകത്ത് ഗ്രേസ് ഉള്ളവർ കയറാൻ പോവാം. ഇതിനകത്ത് ഗ്രേസ് ഉള്ളവർ കയറാൻ പോവാം. അതിന്റെ ദൈവാത്മ പറയുന്നു, കൃപയുള്ളവരുടെ ഭയങ്കര കൂട്ടം ഇതിനകത്ത് കയറാൻ പോവാം. ഒരു വലിയ ആമേൻ വെള്ളത്തിന്റെ ഓളം അടിച്ചപ്പോൾ ചിലതിറങ്ങി വിടുതൽ പ്രാപിച്ചതുപോലെ വിടുതലിന് വേണ്ടി ഇതൊരു രോഗശാന്തിയുടെ പ്രാർത്ഥനയെ മാറുമെന്ന് ആത്മാവ് തോന്നുന്നു. ആ വിധത്തിൽ ഇതിനെ മൂവ് ചെയ്യാൻ പോവാ. ചില യൂട്രസ് പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായ ചില പ്രശ്നങ്ങൾ, ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ, ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലും സൗഖ്യമാകും. ആ തലത്തിൽ ഉപയോഗിക്കാൻ പോവാ. ഞാൻ ആത്മാവിൽ പറയുന്നൊരു വെളിപ്പാട് നിങ്ങളൊന്ന് സ്വീകരിക്കാമോ? ഞാൻ ആത്മാവിൽ ആ ദൂത് കൈമാറുന്നു. അതെനിക്കും നിങ്ങൾക്കും ഒരു ബാധകമാകാൻ പോകുക. 2025 തീരാറായ അടുത്ത ദിവസം തൊട്ട് 2026 പ്രവേശിച്ചാല് നിങ്ങൾ നടുന്ന ചെടി വളരും, നിങ്ങൾ തൊടുന്ന വിഷയം അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ പറയുന്നത് സംഭവിക്കും. അസാധാരണ മിറക്കം നടക്കാൻ പോകുക. നിങ്ങളുടെ നാവ് ഒരു മൂർച്ചയേറിയ ആയുധമാകുമെന്ന് പറഞ്ഞ എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞത് സംഭവിക്കാൻ പോകുക. ഞാൻ പറഞ്ഞത് സംഭവിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നീ കൽപ്പിച്ചാൽ ചിലത് സംഭവിക്കുമെന്ന് പറഞ്ഞ് എത്ര പേര് രാത്രിയിൽ ആ കരമടിച്ച് അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിക്കുക. ഒരു മഹത്വം ഈ മീറ്റിങ്ങിനൊക്കെ തറകട്ടെ, ഒരു മഹത്വം ഇതിനൊക്കെ തറകട്ടെ. നീ പറയുന്നത് ഇന്നലെ സംഭവിച്ചിട്ടില്ല, ഇന്നലെ ഒരു അനക്കം വെക്കാത്ത കാര്യങ്ങൾ ഇന്ന് പറഞ്ഞ് സംഭവിക്കും. ആ തലവീരത്ത് തുറക്കുന്നു നസ്രേനായ യേശുവിൻ നാമത്തിൽ. പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി നിങ്ങൾ പറഞ്ഞത് സംഭവിക്കാൻ പോകുക. പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തെ പറയുന്ന മകളെ, നീ പറയുന്നത് നടക്കാൻ പോകുക. നീ പറയുന്നത് നടക്കാൻ പോകുക. ശൈലജോഷി, നിങ്ങൾ പറയുന്നത് സംഭവിക്കാൻ പോകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത്ഭുതകരമായ മിറക്കൽ ഇൻ ക്രൈസ്റ്റ് പ്രയർ ഫെലോഷിപ്പിനകത്ത് തമ്മിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പറയുന്നത്, നിങ്ങൾ കൽപ്പിക്കുന്നത്, നിങ്ങൾ മനസ്സിൽ കണ്ടത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഓ, വിശ്വസിച്ചാട്ടെ. ഇന്ന് രാത്രി ഇത് പ്രഖ്യാപനത്തിന്റെ പ്രാർത്ഥനയായി മാറട്ടെ. വിനയന്റെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ഇത് അപേക്ഷയുടെ പ്രാർത്ഥനയല്ല. എല്ലാം തരണേ, എല്ലാം തരണേ, 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 ഞാൻ ഒത്തിരി പറയണമുണ്ട്, അതെല്ലാം പോയി. ഈ നമ്മുടെ ഈ പ്രാർത്ഥന നേ അവസാനിക്കുക. അതൊക്കെ നിർത്തിക്കോ. സ്തോത്രം. ഹല്ലേലൂയ. നടക്കട്ടെ എന്നുള്ള പദം പറഞ്ഞോ. സ്തോത്രം. അത്ഭുതങ്ങൾ നടക്കാം. രാമേ പറയും വിശുദ്ധിയോടെ ഹല്ലേലൂയ. നമ്മൾ നേ പറഞ്ഞ ഒന്നുമില്ല ഇപ്പൊ. അതുകൊണ്ട് അപേക്ഷയുടെ പ്രാർത്ഥനയല്ല ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിൽ ഇന്ന് തൊട്ട് നടക്കേണ്ടത് പ്രഖ്യാപനത്തിന്റെ പ്രാർത്ഥന നടക്കാൻ പോകുക. നല്ലൊരു ഹാമേ പറഞ്ഞാട്ടെ. എനിക്കറിയാം ഇതിനകത്ത് ചിലർ പ്രഖ്യാപിച്ച നടക്കും. നിങ്ങൾ ഏത് ഘട്ടത്തിനകത്തുനിന്ന് വന്നോ അതേ ഘട്ടം അനുഭവിക്കുന്ന ചിലരെ പുറത്തു കൊണ്ടുവരാ. നിങ്ങളെ ഇന്ന് രാത്രി ദൈവം അഭിഷേകം ചെയ്യാൻ പോവാ. ഓ റബാല ഹദര പോരാ. ശക്തിയോടെ കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. നിങ്ങളുടെ മേൽ ഒരു നാവിനകത്തൊരു ബലം വ്യാപരിക്കാൻ പോകുക. നിങ്ങൾ സാധാരണക്കാരിയല്ല, നിങ്ങൾ സാധാരണക്കാരനല്ല. ഇത് ആർക്കും കൊടുക്കാത്തൊരു അഭിഷേകം നിങ്ങളുടെ അകത്ത് ദൈവം പകരുന്നുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നടക്കാത്തത് നടക്കും, തുറക്കും. യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് നടന്നിരിക്കും. ആ ഒരു തലം ദൈവാത്മ ഇന്ന് ഡിക്ലെയർ ചെയ്യുകയാ. പരിശുദ്ധ 7ാമത്തെ രാത്രി ദൈവാത്മ പറയുന്നു, നിന്റെ കുടുംബത്തെ ദൈവം നിർത്തും. നിനക്കെതിരെ ചലിച്ച സകല മതിലുകളും, നിനക്കെതിരെ പൊക്കിവെച്ച സകലതിനെയും തമ്പുരാൻ ഇന്ന് രാത്രി ഇടിച്ചു കളഞ്ഞിട്ട് നീ തന്നെ ഒരു അത്ഭുതമായി മാറുമെന്ന് കർത്താവിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാ. റമാനാദാരാസിയ. ഇതിനകത്ത് ചില ശക്തരായ പ്രവാചകന്മാർ എഴുന്നേക്കട്ടെ. ഇതിനകത്ത് കൃപയുള്ളവർ എഴുന്നേ. എനിക്കറിയാം ഇതിനകത്ത് പ്രാർത്ഥിച്ച ആ സെക്കൻഡ് വിടുതൽ നടക്കുന്ന ചില ദൈവദാസിമാരകത്തുണ്ട്, ചില ദൈവദാസന്മാരകത്തുണ്ട്. ഹല്ലേലൂയ. റീമാൻ. ആരും നിങ്ങളെ പരിഗണിക്കാനില്ല. ഒരു ഫ്ലക്സ് ബോർഡ് നിന്റെ പേര് വരത്തില്ല. ഓഫ്ലൈൻ മീറ്റിങ്ങിന് നിന്നെ വിളിക്കത്തില്ല. നിനക്കാർക്ക് പ്രസംഗപീഠം തരാറില്ല. പക്ഷെ പ്രസംഗപീഠം തരാതെ ഭാരപ്പെട്ട പൗലോസ് പുഴവക്കത്തെ വേദിയാക്കി ഒറ്റ പ്രസംഗം ലുദിയയുടെ ഹൃദയത്തെ ദൈവം തുറന്നു.
നല്ലൊരു ആമേൻ പറഞ്ഞാട്ട്, നല്ലൊരു ആമേൻ പറഞ്ഞാട്ട്. സഹോദരിമാരെ നോക്കി ദൈവാത്ത പറയുന്നു. സാമേൻ ആന്റി സാമേൻ ഞാൻ ബഹുമാനിക്കുന്നുണ്ടോ അങ്ങനെ പറഞ്ഞു പോകുകയാണ്. എന്നെക്കാൾ പ്രായമുള്ളവരെ ഞാൻ അങ്ങനെ ആമേൻ പറയുന്നു. ആന്റിമാരെ ഓർത്ത് ദൈവാത്ത പറയുന്നു, നിങ്ങളിൽ കൂടെ ചില ആമേൻ സ്നാനത്തിലേക്ക് വരാൻ പോവാ, നിങ്ങളിൽ കൂടെ ചില രക്ഷയിലേക്ക് വരാൻ പോവാ. ഇത് വെറുതെ നടക്കുന്ന പ്രാർത്ഥനയല്ല, ഇതൊരു പ്രകസന പ്രാർത്ഥനയല്ല, ഇതൊരു പ്രഖ്യാപന പ്രാർത്ഥനയാ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഞാൻ ചിലതിനെ പ്രഖ്യാപിക്കാൻ പോകുകയാ, ഞാൻ ചിലതിനെ കൽപ്പിക്കാൻ പോകുകയാ, അതങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ദൈവാത്ത പറയുന്ന മക്കളെ, നിങ്ങൾ അപേക്ഷിക്കുകയല്ല, നിങ്ങൾ പ്രഖ്യാപിക്കാൻ പോവാ. നിങ്ങൾ ഡെസി അലക്സ് പ്രാർത്ഥിച്ചോ, പ്രഖ്യാപനം നടക്കട്ടെ. പ്രഖ്യാപനം വീടിനകത്ത് പ്രഖ്യാപിച്ചു, അന്ധകാരത്തെ നോക്കി പ്രഖ്യാപിക്ക്, പൈശാചിക ശക്തിയെ നോക്കി പ്രഖ്യാപിക്കുക. പണ്ടൊരു ഉപദേശി ഭൂതത്തോട് പറഞ്ഞു പോകാൻ പറ, ഭൂതം പറഞ്ഞു പോകത്തില്ല, എന്നാ നീ പോകുന്നില്ല ഞാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലല്ല. സ്വതന്ത്രം നാമേ അന്ധകാരത്തെ തകർക്ക. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതം ഇളകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മേലെ അധികാരം ഉണ്ടായിട്ടാ. ഒരാമേ പറയാമോ? ഭൂതം ഇളകിയിട്ട് സെൻട്രൽ പാസ് പോയി വിളിക്കണ്ട, ഒരു സെന്ററും വേണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം അത് ചെയ്യും. സെന്റർമാർക്ക് ആർക്കാ ഈ പിന്നെ കൃപയുണ്ടെന്ന് പറയാം. ഒരു സെന്ററിന് കൃപ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന്. ഞാൻ പണ്ടൊരു സെന്ററായിരുന്നു, എനിക്കൊരു കൃപയില്ലായിരുന്നു. സെന്റർ മാറിയപ്പോഴാണ് എനിക്ക് കൃപ വന്നത്. സ്വതന്ത്രം മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നത്, ഒരു സെന്ററും വരണ്ട, പ്രാർത്ഥിക്കാൻ അധികാരമുള്ളവൻ. ആമേ ടേസ്റ്റ് ഉള്ള ഫുഡ് വെക്കുന്ന അമ്മച്ചിമാർ ആന്റിമാരകത്തുണ്ടെങ്കിൽ ഓർത്തോണം, അതുപോലെ ദൈവം നിങ്ങൾ കൃപയ്ക്കകത്ത് പുറത്തു കൊണ്ടുവരും. രക്തം ക്ഷയമെടുക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വചനം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളിൽ ഒരു ശേഷിപ്പ് നടക്കാൻ പോവാ. നിങ്ങൾ സീറോയിൽ നിൽക്കുക, പക്ഷേ നിങ്ങൾ ഫിനാൻഷ്യലായിട്ട് ചില ദൈവപ്രവൃത്തി നടക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് പറയുന്നു, സാമ്പത്തിക നിലവാരത്തിൽ നീ തലകുനിച്ച് പെട്ടിക്കുക. എവിടെയൊക്കെയോ നീ കടക്കണിയിൽ അകപ്പെട്ടിരിക്കുക. ആ കടക്കാര് വന്ന് നിന്റെ മക്കളെ പിടിച്ചോണ്ട് വന്നിരിക്കുക. ഒരു വല്ലാത്ത പ്രശ്നത്തിനകത്ത് നീ കുടുങ്ങി കിടക്കുക. പക്ഷെ കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നീ ഒരു ശേഷിപ്പിലേക്ക് വരാൻ പോവാ. നീ മറ്റുള്ളവരെ സഹായിക്കും, നീ മറ്റുള്ളവർക്ക് കൊടുക്കും, നീ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. നല്ല രാമയെ പറഞ്ഞ ശക്തിയോടെ റമന ഘടകസിയ അഥന ലഗസിയ അതിനർത്ഥം ചോദിച്ചാൽ ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. എന്നോട് ആത്മാവ് അങ്ങനെ പറയുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു, ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഇതിനകത്ത് നടക്കാൻ പോവുക. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾ സമൃദ്ധി പ്രാപിക്കാൻ പോവുക. നിങ്ങൾ ശേഷിപ്പിലേക്ക് വരാൻ പോവുക. 12 കൊട്ട മീതി വന്നു ഓരോ ശിഷ്യന്മാർക്കും. ഇതിനകത്ത് വന്ന ഓരോ ദൈവമക്കൾക്കും വ്യത്യസ്ത തലത്തിനകത്ത് ദൈവം നന്മകൾ കൊണ്ട് നിറയ്ക്കാൻ പോവാ. പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ ഇനിയും ഭിക്ഷയെടുക്കത്തില്ല, നിങ്ങൾ ഇനി വായ്പ വാങ്ങത്തില്ല, നിങ്ങൾ കൊടുക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. രക്തം ക്ഷയമെടുക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, സഹോദരിമാരെ ദൈവാത്മ ശക്തമായി പറയുന്നു, ആ അമ്മയും മക്കളും കൂടെ കതകടച്ച വീടിന്റെ വാതിലടച്ചിട്ട് അകത്ത് കയറി പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതം ചെയ്തു. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി. വീടിനകത്ത് നിറവ് നടക്കുന്നു, വീടിനകത്ത് പകർച്ച നടക്കുന്നു, വീടിനകത്ത് ആനന്ദം നടക്കുന്നു. ഇന്നത്തെ ശൂന്യതകളെ പടിയിറക്കി വിട്ടിട്ട് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കളകത്തുണ്ട്? ശക്തിയോടെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാണ്ട് പരിശുദ്ധാത്മ പറയുന്നു, എന്റെ അകത്തൊരു നിറവ് നടക്കുന്നു. വീടിനകത്ത് ഞാനും തലമുറയും വചനം വായിക്കുന്നു, പകർന്നത് നിറഞ്ഞത് അടുത്ത പാത്രത്തിലേക്ക് പകർന്നു. മൂത്ത മകൻ പകരാൻ പോവാ, മൂത്ത മകൾ പകരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ എന്നോട് ഇങ്ങനെ പറയാം. ദൈവാത്ത പറയുന്നു, ചില തലമുറയുടെ ഭാവി കാര്യങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് അനന്തരം നടക്കുന്ന ദൈവാത്ത ദൂത് പറയുക. നാം ചില തലമുറയ്ക്ക് വേണ്ടി ചില ഭാവികൾ, തലമുറയ്ക്ക് വേണ്ടി ചില വഴികൾ അറിയാൻ മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കണ്ട തക്കതായൊരു തുണ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ പോവാ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ പോവാ. ഞാൻ ആത്മാവിൽ അങ്ങനെ പ്രവചിക്കുന്നു. ചില തലമുറയ്ക്ക് വേണ്ടി ദൈവിക കരുതലുകൾ, ചില തലമുറയ്ക്ക് വേണ്ടി ദൈവിക കരുതലുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. നസ്രയന്റെ നാമത്തിൽ സംഭവിക്കുന്നു. അധികാരമുള്ളവർ പ്രഖ്യാപിച്ചാട്ടെ, അധികാരമുള്ളവർ പ്രഖ്യാപിച്ചാട്ടെ. ഇതിന് അപേക്ഷയുടെ പ്രാർത്ഥനയല്ല, ഒരു പ്രഖ്യാപനത്തിന്റെ പ്രാർത്ഥനയാകട്ടെ. സ്വർഗസ്ഥപിതാവേ, ജനത്തെ ഈ 7ാം രാത്രി ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പാ, നിന്റെ വലിയ മഹത്വം ഈ രാത്രി ഇവിടെ വെളിപ്പെടുമാറണം. ദൈവത്തിന്റെ കൃപയാൽ ദൈവാത്മാവ് നിറയ്ക്കേണ്ടതിനായി ഈ ജനത്തെ നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഇതിനകത്ത് ശക്തരുണ്ട്,
ഇതിനകത്ത് അശക്തരാരുമില്ല, എല്ലാവരും ശക്തരാ. ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ചവരെ മേലേക്ക് ഭയങ്കരമായിരിക്കുന്ന സാന്നിധ്യമറകം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ശേഷിപ്പുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. നിന്റെ നാമം ചൊല്ലി നിറഞ്ഞ മനസ്സിൽ ഈ ജനത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ. അങ്ങനെ ദൈവം ചെയ്യട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരെയും ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. 7-ാം രാത്രിയിലും നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം സഹായിച്ചതിന്റെ നന്ദി. ക്ഷണിച്ച കർത്താവിനെ ദാസിക്ക് നന്ദി അറിയിക്കുന്നു. ഇത് സമയം വരെ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥനയിൽ ഞങ്ങളെ കുടുംബമായിട്ട് വഹിക്കണമേ. ഓർപ്പിക്കുന്ന നാളെ എൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്, 23-ാമത്. ഓർത്ത് പ്രാർത്ഥിക്കണം. ഇത്രത്തോളം ഞങ്ങളെ കുടുംബമായിട്ട് ദൈവം നടത്തി പരിപാലിച്ചു. ആമേൻ. പ്രാർത്ഥന ഓർക്കണമേ. ദൈവം സഹായിക്കും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.